ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് വയറോ കുഴപ്പമില്ല. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപതാം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാമ്ന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിലെ ദശമസ്കന്ധം കണ്ടുകൊണ്ടിരിക്കണോ? ഭഗവാന്റെ അവതാരമാണ് ഇന്നലെ വർണ്ണിച്ചത്. പിന്നീട് 4-ാമത്തെ അധ്യായത്തിൽ ആ മായാഭഗവതിയെ വസുദേവര് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ മധുരയിലേക്ക് എത്തി. ഈ കാരാഗ്രഹത്തിൽ എത്തിയതും ആ കുട്ടി ഉറക്കെ കരഞ്ഞു എന്നാണ്. ബഹിരന്തഃ പുരദ്വാരഃ സർവാഃ പൂർവതാവൃതാഃ തതോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാഃ സമുത്ഥിതാഃ. ആ ദേവി കയ്യിലങ്ങോട്ട് വന്നതും കാരാഗ്രഹം അടഞ്ഞു, പഴയതുപോലെ തന്നെയായി. ബന്ധനങ്ങളൊക്കെ വീണ്ടും വന്നു. ആ കുട്ടി ഉറക്കെ കരഞ്ഞു. ഈ കരച്ചിൽ ആര് കേട്ടു? അവിടെയുള്ള ആ ഭടന്മാരൊക്കെ കേട്ടു. അവരുണർന്നു. ഈ വാർത്ത കംസനെ അറിയിച്ചു. ദേവകി പ്രസവിച്ചിട്ടുണ്ട്. ഓടി വന്നു. ദേവകിയുടെ കയ്യിലൂടെ ആൺകുട്ടിയെ കാണുന്ന വിചാരിച്ചത്, പക്ഷെ പെൺകുട്ടിയാണ്. അതോടുകൂടി ഒരു പെൺകുട്ടിയാണോ എന്നെ കൊല്ലാനായിട്ട് വരുമ്പം അന്തകൻ ഒരുത്തൻ അതാണാവുന്ന കരുതിയത്, ഇതൊരു പെൺകുട്ടിയല്ലേ എന്നുള്ള മട്ടിൽ പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ദേവകി കൊടുത്തില്ല. നമുക്ക് അത്ഭുതം തോന്നും. എത്രയോ മക്കളുണ്ടായി, അവരൊക്കെ കൊടുത്തു. ഇപ്പൊ ഈ പെൺകുട്ടിയെ കൊടുക്കാൻ എന്താ അത്ര മടി? തന്റെ കുട്ടിയല്ല, അതുകൊണ്ടാണ് മടി. പലതും പറഞ്ഞ് ആ കുട്ടിയെ കൊടുക്കാതിരിക്കാൻ ആ അമ്മ ശ്രമിച്ചു. എത്രയോ പേരെ ഏട്ടൻ കൊന്നിട്ടില്ലേ? ഈ കുട്ടിയെങ്കിലും ഒന്ന് ഇനി വളർത്താനായിട്ട് തരൂ. സ്നുഷേയം തവ കല്യാണ. ഈ കുട്ടി അങ്ങയുടെ മരുമകളല്ലേ, വലുതായി കഴിഞ്ഞാൽ അങ്ങയുടെ മകന് കല്യാണം കഴിച്ചോളൂ. സ്നുഷേയം തവ കല്യാണ. അത്ര വരെ പറഞ്ഞു നോക്കി. എന്നിട്ടും ആ ദുഷ്ടൻ സമ്മതിച്ചില്ല. പിടിച്ചങ്ങോട്ട് വാങ്ങി തല്ലിക്കൊല്ലാനായിട്ട് പുറപ്പെട്ടു. കയ്യിൽ നിന്ന് ഭഗവതി മുകളിലേക്ക് അങ്ങോട്ട് പോയി. സായുധാഷ്ടമഹാഭുജ. 8 തൃക്കുകളോടുകൂടി ദർശനം. എന്നിട്ട് പറഞ്ഞു, അരേ ദുരാചാര നൃശംസ കംസ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടോ. എടാ ദുഷ്ട കംസ, നിന്റെ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടത്. നിന്നെ വേണമെങ്കിൽ എനിക്കിപ്പോ കൊല്ലാൻ പറ്റും. ഞാനത് ചെയ്യണില്ല. കാരണം നിന്നെ വധിക്കാനായിട്ട് ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണനായിട്ട് അവതരിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് ഇനി പണിയില്ലാണ്ട് തോണ്ട. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിന്നെ കൊല്ലണില്ല എന്ന് പറഞ്ഞ ആര് പോയി? ദേവി അങ്ങോട്ട് പോയി. അതോടുകൂടി ആകെ വിഷമായി ആർക്ക്? കംസന്. കാരണം തന്റെ അന്തകൻ പടപടി ഉണ്ടെന്ന് മനസ്സിലായി. അധികം വൈകാണ്ട് താൻ മരിക്കുമെന്ന് പറഞ്ഞു. ഇതിലും വലിയ വിഷമം വേറുണ്ടോ? വേഗം ഭടന്മാരെയൊക്കെ വിളിച്ചു, തന്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു. പ്രലംബകചാണൂരതനാവർത്ത മഹാശനൈഹി മുഷ്ടികാരിഷ്ടദ്യുതപൂതന കേശി ധേനുകൈഹി. ഇതൊക്കെയാണ് തന്റെ സുഹൃത്തുക്കള്. മുഷ്ടികൻ, ചാണൂരൻ, പ്രലംബൻ, ഭഗൻ, ഇവരൊക്കെ വിളിച്ചു. ഒരുമിച്ച് കൂടി തീരുമാനിച്ചു, എന്റെ അന്തകൻ പടപടിയുണ്ട്, എങ്ങനെയാണ് ഇല്ലാണ്ടിയാക്കുക? അതിൽ പൂതന പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ പോവാം. കാരണം ഇവിടെ പ്രസവിച്ച ദിക്കിലേക്കൊക്കെ എളുപ്പം കയറി ചെല്ലാൻ സ്ത്രീകൾക്ക് സൗകര്യം. ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം? ഇപ്പം ഒരു 3 മാസത്തിനുള്ളിൽ ഉണ്ടായ കുട്ടികളെ മുഴുവൻ എന്ത് ചെയ്യാം? കൊല്ലാം. ആ കൂട്ടത്തിൽ ആര് പെടും? അങ്ങയുടെ അന്തകനും പെടുമല്ലോ. ഇനി കണ്ടെത്താൻ ബുദ്ധിമുട്ട് വേണ്ട. ചെറിയ കുട്ടികളെ മുഴുവൻ അങ്ങോട്ട് കൊല്ലാം എന്ന് പറഞ്ഞ ആര് പുറപ്പെട്ടു? പൂതന അവിടുന്ന് പുറപ്പെട്ടു. ഇങ്ങനെയാണ് ഇവിടുത്തെ കഥ. ഇവിടെ മധുരയിലെ കഥ. അവിടെ നമുക്ക് എവിടെ വൃന്ദാവനത്തിൽ എന്താ കഥ എന്ന് പറയണ്ടേ? അവിടെ ഗോകുലത്തില് നന്ദസ്തു ആത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാഹ. നന്ദർക്കുണ്യുണ്ടായി എന്ന് വിളിച്ചു പറയാണ്. ആളുകളൊക്കെ കേമായിട്ട് നന്ദഗൃഹം അലങ്കരിക്കുന്നുണ്ട്. കുരുത്തോല കെട്ടിത്തൂക്കി, വാഴക്കൊല വെച്ച്, ബലൂണൊക്കെ ഉറപ്പിച്ചു വെച്ച്, മനോഹരമായിട്ട് വർണ്ണക്കടലാസൊക്കെ ചാർത്തി നന്ദഗൃഹം അലങ്കരിക്കുകയാണ്. നന്ദർക്കുണ്യുണ്ടായി. 19 വയസ്സായി അദ്ദേഹത്തിന്. ഇപ്പോഴാണ് ഒരു ഉണ്ണി ഉണ്ടായത്. അതൊരു ആൺകുട്ടി. എന്തൊരു സന്തോഷം! കൃഷ്ണനാണ്. അതങ്ങനെ വിളിച്ചു പറഞ്ഞു. ഗോപികളൊക്കെ ഉടുത്തൊരുങ്ങി കാണാനായിട്ട് വരികയാണ്. ഗോപ്യസ്വമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഠ്യശ്ചിത്രാംബര പതിശിഖാച്യുതമാല്യവർഷാഹ നന്ദാലയം സവലയാ വ്രജതീർവിരേജോ വ്യാലോലകുണ്ടല വയോധര ഹാരശോഭാഹ. അവരാദ്യം വാങ്ങി വെച്ചിട്ടുണ്ട് സാരി. എന്തിനാന്ന് ഗോപന്മാർക്കും അറിയില്ല. അവർ ചോദിക്കും, ഈ സാരി അളമാറിൽ വെക്കാൻ വേണ്ടി വാങ്ങിയതാണോ? എന്താ ഉടുത്തിട്ടൊന്നും കാണുന്നില്ലല്ലോ. അതങ്ങനെ അളമാറിൽ വെക്കും. ആ സാരി എടുക്കാറല്ലേ? ചോദിച്ചപ്പോ ഒരു പ്രാവശ്യം പറഞ്ഞു, അതെന്താ വെച്ചാലേ യശോദ ഗർഭിണിയല്ലേ, പ്രസവിക്കുമ്പോൾ ആൺകുട്ടിയിരിക്കും. അപ്പോഴോ കാണാൻ പോകുമ്പോൾ എടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാ. ആ സാരി ഇപ്പൊ ഇവരെടുത്തു. ഗോപ്യസ്വമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഠ്യശ്ചിത്രാംബരാ
പതിശിഖാച്യുതമാല്യവർഷാകമായിട്ട് ഒരുങ്ങി കമ്മലൊക്കെ മുക്കുത്തിയൊക്കെ കെട്ടി കഴുത്തില് മാലയൊക്കെ ചാർത്തി മുട്ടുവര വളകളൊക്കെ അണിഞ്ഞ് അവർ ഓടി പോവുകയാണ് ഭഗവാനെ കാണാൻ. കാരണം അങ്ങനെ ഇങ്ങോട്ട് പോയാൽ പോരല്ലോ, ഒന്ന് ഒരുങ്ങിപ്പോണ്ടേ എന്ന് കരുതി ഗോപസ്ത്രീകളൊക്കെ കാണാനായിട്ട് ഓടി വരണു. കണ്ടു തിരിച്ചു പോണ ഗോപസ്ത്രീകളെ കാണുമ്പോൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് കാണാൻ, കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, മുടിയുണ്ടോ, നോക്കുന്നുണ്ടോ, നോട്ടം എങ്ങനെയാ, ആരുടെ ഛായ, യശോദയുടെയോ അന്തഗോപരുടെയോ? കാണാൻ പോവുകയാണ്. എന്നാൽ അതിന്റെ മുന്നേ തുടങ്ങി എന്ത് ഭഗവാനോടുള്ള ആകർഷണം. അങ്ങനെ അവർ ചെന്നു. ഒരു മുത്തശ്ശി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണനെ. അവർ പറഞ്ഞു, ഒന്നും കണ്ട് കൊണ്ടുവരും, ഞങ്ങളൊന്ന് കാണട്ടാ ഉണ്ണിയെ. മുത്തശ്ശി പറഞ്ഞു, ഇപ്പം പുറത്തേക്കൊന്നും കൊണ്ടുവരില്ല, 10 ദിവസം കഴിയട്ടെ, പുണ്യാഹം കഴിഞ്ഞിട്ട് പുറമേക്കൊക്കെ കുട്ടികളെ ഇറക്കുള്ളൂ. അവർ പറഞ്ഞു, അങ്ങനെ പറയരുതേ, ആ ഉണ്ണി ഒന്ന് കാണാൻ വേണ്ടി ഓടി വന്നതാണ്. ആ ഉണ്ണിയെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അഹോ ശിരസിധാരയെ, ഞങ്ങളത് ശിരസിൽ വെക്കും ആ ഉണ്ണിയെ. മുത്തശ്ശി ചോദിച്ചു, എന്താ പുഷ്പാണോ ശിരസിൽ വെക്കാൻ? അതൊന്നും വേണ്ട. അല്ല, ഞങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പാവം തോന്നി, കൃപ തോന്നി ആ മുത്തശ്ശി ആ ഉണ്ണിയെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവർക്കുണ്ടായ സന്തോഷം, നഷ്ടപ്പെട്ട എന്തോ ഒരു വിലപിടിപ്പുള്ള വസ്തു തിരിച്ചു കിട്ടിയതുപോലൊരു, അടഞ്ഞുപോയ ഹൃദയം തുറന്നതുപോലൊരു സുഖം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഇതിനു വേണ്ടിയാണ് ഇവിടെ ജനിച്ചത് എന്നൊക്കെ അവർക്ക് ഉള്ളിൽ അങ്ങോട്ട് തോന്നി. ഓരോ ഗോപസ്ത്രീകളായിട്ട് ആ ഭഗവാനെ നോക്കുന്നു. അപ്പോഴേക്കൊരു ഗോപസ്ത്രീ പറഞ്ഞു, ആ ഉണ്ണി എന്നെയാ നോക്കണത്. വേറൊരു ഗോപസ്ത്രീ പറഞ്ഞു, അല്ലല്ല, എന്നെയാ നോക്കുന്നത്. വേറൊരു ഗോപസ്ത്രീ ആ ഭഗവാന്റെ കയ്യിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, എന്നെ കൃഷ്ണൻ പിടിച്ചു, എന്നെ വലിയ ഇഷ്ടമാണ്, കുട്ടികൾ എന്ത് കിട്ടിയാലും പിടിക്കും, അതിപ്പം ഇന്നത് കിട്ടണമെന്നില്ല. അപ്പോഴേക്കൊരു ഗോപസ്ത്രീ, ഞാൻ എടുക്കണം തോന്നുന്നുണ്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ് വാരി വിട്ടെടുത്തു. അപ്പോഴേക്ക് മറ്റു ഗോപസ്ത്രീകൾക്കൊക്കെ എടുക്കണം എന്നായി. അവരൊക്കെ മാറി മാറി എടുക്കുന്നു. കയ്യിലെടുത്ത് ഉമ്മ വെച്ച് അടുത്ത ഗോപസ്ത്രീക്ക് കൊടുക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ തോന്നും? വിരിഞ്ഞ പുഷ്പങ്ങളിലങ്ങുമിങ്ങും വിരന്ന് മണ്ടുന്നൊരു വണ്ടുപോലെ ഗോപസ്ത്രീകളാകുന്ന താമരക്കാട്ടിലൂടെ കൃഷ്ണനാകുന്ന കരിവണ്ട് അങ്ങനെ സഞ്ചരിക്കുക. അവരുടെ കയ്യ് കമലം, കരകമലത്തുനിന്ന് മുഖകമലത്തിലേക്ക് കൃഷ്ണനാകുന്ന കരിവണ്ട്. അവരുടെ കയ്യ് താമര പോലെയാണ്, മുഖം താമര പോലെയാണ്, കൃഷ്ണനോ കരിവണ്ട് പോലെ. അപ്പൊ അവര് കരകമലത്തുനിന്ന് കൃഷ്ണനെടുത്ത് മുഖത്ത് ചേർത്ത് ഉമ്മ വെച്ച് അടുത്ത ഗോപസ്ത്രീ കൊടുക്കുമ്പം ഒരു താമരയിൽ നിന്ന് വണ്ട് അടുത്ത താമരയിലേക്ക് അങ്ങനെ പറന്ന് പറന്ന് പോവുകയാണോ തോന്നുന്ന. അക്കാലത്ത് ഗോപസ്ത്രീകളൊക്കെ വീട്ടിൽ തൊട്ടിൽ കെട്ടിയിരുന്നു കൃഷ്ണനെ ആട്ടി ഉറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ തൊട്ടിൽ കിടക്കാനുള്ള ഭാഗ്യം ആർക്കുണ്ടായില്ല. എന്താ കാരണം? കയ്യിന്ന് താഴ്ത്തു വെച്ചാലേ തൊട്ടിൽ കിടക്കുള്ളൂ. കയ്യിന്ന് ഇവര് വെക്കണ്ടേ. ഇങ്ങനെ ഭഗവാനെ അവര് കൊണ്ടു നടന്ന എത്രയോ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഒരു ഉണ്ണി ഉണ്ടായത്. നന്ദർക്കുണ്ടായ സന്തോഷം, അദ്ദേഹത്തിന്റെ ഭാവം എന്താ വെച്ചാൽ, ഇങ്ങനൊരു മഹത്വം, ഇത്രയൊക്കെ കേമത്വം ഇവിടെ ഉണ്ടാവാൻ കാരണം എന്താ? രോഹിണിയുടെ കാലത്തപ്പ. ഇതുവരെയും ഇവിടെ ആകെ ക്ഷീണമായിരുന്നു. രോഹിണി അങ്ങോട്ട് വന്നതോടുകൂടി എന്തായി? ഐശ്വര്യം. രോഹിണിക്ക് ഒരു ഉണ്ണി ഉണ്ടായി ബലരാമൻ, തനിക്കതപ്പൊ ഒരു ഉണ്ണി ഉണ്ടായാല് ശ്രീകൃഷ്ണൻ. വലിയ സന്തോഷമായി. രോഹിണിക്ക് പട്ടുസാരി കൊടുക്കുന്നുണ്ട്, ഇവളുടെ കേമത്വം കൊണ്ടാണ്, ഐശ്വര്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് രോഹിണിയെ നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് കരമടയ്ക്കണം തീരുമാനിച്ചു. കുറെ കാലമായിട്ട് കരമൊന്നും അടയ്ക്കാറില്ല. കാരണം തനിക്ക് സന്തതിയൊന്നും ഇല്ലല്ലോ. തന്റെ സ്വത്തൊക്കെ ഇനി ആര് കൊണ്ടായാലും കുഴപ്പമില്ല വിചാരിച്ചിരിക്കുന്നു. ഇനിയിപ്പം അങ്ങനെയല്ല, തനിക്കൊരു അവകാശമൊക്കെയായി. ഇപ്പം കരടക്കണ്ടേ. രാജാവിനെ കാണാൻ പോയി കംസനെ കാണാൻ പോയി. അവിടെ എത്തി കരടച്ച് തിരിച്ചു വരുമ്പോൾ ആരുണ്ട് അവിടെ? ആ പൂന്തോട്ടത്തിൽ വസുദേവർ നിൽക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ. രണ്ടുണ്ണികളും അവിടെയാണേ, കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ. നന്ദരെ, എന്താണ് കഥ? അവിടെ രോഹിണി പ്രസവിച്ചു എന്ന് കേട്ടു, ആൺകുട്ടി അല്ലേ? എന്റെ ഉണ്ണി സുഖമായിട്ടിരിക്കണില്ലേ? ആര്? ബലരാമനും ശ്രീകൃഷ്ണനും. ശ്രീകൃഷ്ണൻ തന്റെ ഉണ്ണി എന്ന് പറയാൻ വയ്യല്ലോ. അങ്ങയുടെ ഉണ്ണി എന്ത് സുഖമായിട്ടിരിക്കണില്ലേ? കേട്ടു ഞാൻ, യശോദ പ്രസവിച്ചൂലേ? എന്ത് പെൺകുട്ടിയാ? ഇയാളെ കൊണ്ടുപോയി മാറ്റിയത്? പക്ഷെ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ടായത്. സ്വസ്ഥമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം കുട്ടികള്. മതി, ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട, പോയിക്കോളൂ. ഞാൻ ആകെ ദുർനിമിത്തൊക്കെ തോന്നുന്നുണ്ട്, എന്തോ കുട്ടികൾക്ക് അപകടം വരുമെന്നൊരു സംശയം എനിക്കുണ്ട്. പുരുഷന്മാരാരെങ്കിലും അവിടെ എപ്പോഴും വേണം എന്നൊക്കെ പറഞ്ഞ് ആരെ പറഞ്ഞയച്ചു? നന്ദഗോപരോട് വേഗം ചെല്ലാനായിട്ട് പറഞ്ഞു. വസുദേവര് വെറുതെ അങ്ങനെ പറയില്ല, എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടാവുമോ എന്ന് ശങ്കിച്ച് അദ്ദേഹം ഓടി ഇവിടെ വരുമ്പോഴേക്കും അപകടം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആരാത്? പൂതന ബാലഖാദിനി. പൂതന ബാലഖാദിനി എന്നാണ്. കുട്ടികളെ കൊല്ലാൻ കുറച്ച് ഉത്സാഹം കൂടും, ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ് ബാലഖാദിനി. അവൾക്ക് കുട്ടികളെ കൊല്ലാനാണ് ഇഷ്ടം. അങ്ങനെ ആകാശത്തിലൂടെ അവളെങ്ങനെ സഞ്ചരിച്ചു, പറന്നു പോവാണ്. ഇഷ്ടമുള്ള രൂപം ധരിക്കാനുള്ള ശക്തി ഉണ്ട്. ഏത് രൂപം വേണമെങ്കിലും സുന്ദരിയാവാൻ പ്രയാസമൊന്നുമില്ല. അവളെ കണ്ടാൽ പേടിയാവും. പക്ഷെ അവൾ എന്ത് ചെയ്തു? അടുത്തൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സുന്ദരിയായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഇന്ന് തിരിച്ചാണ്. ഇന്ന് സുന്ദരി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പൂതനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇത്ര വ്യത്യാസമുള്ളൂ. അങ്ങനെ പൂതന നല്ല വേഷമൊക്കെ മാറ്റി, മുല്ലപ്പൂവൊക്കെ ചൂടി, അങ്ങനെ മാലയൊക്കെ ധരിച്ച് മുട്ടുവരെ വളകളൊക്കെ ആയി പട്ടുസാരി കൊടുത്ത് പൂതന മെല്ലെ 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 ഭഗവാൻ അടുത്തേക്ക് വരികയാണ്. താം കേശബന്ധവ്യതിശക്തമല്ലികാം ബൃഹന്നിതംബസ്തനകൃച്ഛ്രമധ്യമാം സുവാസസം കമ്പിതകർണഭൂഷണത്തിഷോല്ലസത്കുന്തളമണ്ഡിതാനനാം. ഗോപസ്ത്രീകളൊക്കെ ഭഗവാനിൽ ആടിച്ചുകൊണ്ടിരിക്കുമ്പം പൂതന അങ്ങനെ വരുന്നു. ഒരു സുന്ദരി അങ്ങനെ വരുന്നത് കണ്ടപ്പോ ഗോപികളൊക്കെ അങ്ങനെ നോക്കി നിന്നു. ഇത് ആരാപ്പത്? ഇതിന്റെ മുമ്പ് ഇവളെ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടാൽ നല്ല പരിചയമുള്ളത് പോലെ.
അവളുടെ ചിരിയൊക്കെ കാണുമ്പം ഇപ്പൊ അറിയില്ല എന്ന് പറയാൻ വയ്യാൻ. അടുത്തേക്ക് വന്ന അറിയില്ലേ വലിയെടുത്തിയേ ഒക്കെ വിളിച്ച് വന്നാൽ പിന്നെ അറിയില്ല പറയാൻ പറ്റുമോ? അറിയാണ്ടിയോ എന്തറിയാ ഒന്നും അറിയില്ല. എന്നാൽ ആ ചോദ്യം കേട്ടാൽ എങ്ങനെയാ അറിയില്ല എന്ന് പറയാ? ഇതുപോലെ ആ പൂതന അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ അവർക്ക് അറിയില്ലെങ്കിലും ആ ഭാവമൊക്കെ കാണുമ്പോ എങ്ങനെയാ അറിയില്ല എന്ന് പറയാ? അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. അവരൊക്കെ ആ ഉണ്ണി എന്ത് ചെയ്തു? പൂതനയ്ക്ക് അങ്ങോട്ട് കൊടുത്തു. ഗോപ്യശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം. അവർക്ക് തോന്നി ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനെ കാണാൻ വന്നതാണോ? ആരെ കണ്ടപ്പോ? പൂതനയെ കണ്ടപ്പോ അവരങ്ങനെ വിചാരിച്ചു വെച്ചാൽ അവരുടെ ശുദ്ധ ഹൃദയമായതുകൊണ്ടാ. നമുക്ക് തന്നെ ഈശ്വരനെ തന്നെ കണ്ടാൽ നമുക്കത് തോന്നാം. അത്രയേ ഉള്ളൂ. ഇനി വിഷ്ണുവിനെ തന്നെ കണ്ടു വിചാരിക്കുക, നമുക്കത് അങ്ങനെ തോന്നില്ല. ഇവർക്ക് പൂതനയെ കണ്ടിട്ട് തന്നെ ലക്ഷ്മി ദേവിയാണോ തോന്നുകയാണ്. കാരണം അവർക്ക് അങ്ങനെ കാണാനേ വഹിക്കൂ. എന്ത് കാണുമ്പോഴും അത് ലക്ഷ്മിയായിട്ട് കാണാം. സ്ത്രീകളെ കണ്ടാൽ ലക്ഷ്മി, പുരുഷന്മാരെ കണ്ടാൽ വിഷ്ണു, ഒക്കെ അങ്ങനെ അവർക്കുള്ളൂ. അവർക്കൊരു പുരുഷനും സ്ത്രീയും കണ്ടാൽ ലക്ഷ്മിയും വിഷ്ണു ആയിട്ടാ തോന്നുക. നമുക്കൊരാണും പെണ്ണും കണ്ട അങ്ങനെ അത് രാധാകൃഷ്ണന്മാരാ വിചാരിച്ചാൽ പോരെ. എന്നാ ഈ ബുദ്ധിമുട്ടില്ല. നമ്മളങ്ങനെ ചുറ്റും നോക്കുകയാണ്. അതെന്താ അത് നോക്കണ്ട. അത് ലക്ഷ്മിയും വിഷ്ണു, രാധയും കൃഷ്ണനും എന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണ് അവർക്ക്. ഒക്കെ ലക്ഷ്മിയും കൃഷ്ണനാണ്, അല്ലെങ്കിൽ വിഷ്ണുവാണ്. അതുകൊണ്ട് ഈ പൂതനയെ കണ്ടപ്പോൾ അവർക്ക് ലക്ഷ്മിയായിട്ടാ തോന്നിയത്. അവരങ്ങോട്ട് മാറി നിന്നു. പൂതന വന്നു. ഭഗവാനാവട്ടെ പൂതനയെ കണ്ടതും ചരാചരാത്മാ സനിമീതേക്ഷണ കണ്ണടച്ചു. ഈ കണ്ണടച്ചതിന് എത്രയാ വ്യാഖ്യാനം? എന്തേ കണ്ണടയ്ക്കാൻ കാരണം? പൂതനെ നിന്നെ എനിക്ക് കാണണ്ട. നീ വരുന്നത് ഇപ്പൊ എന്തിനാ? ഈ ഗോപികൾ വന്നതുപോലെയല്ലോ വാരിയെടുക്കാനും ഉമ്മ വെക്കാനും എന്നെ ഇഷ്ടമായിട്ട് വരിക. എന്നെ കൊല്ലാനായിട്ട് വരില്ലേ? എനിക്ക് കാണണ്ട. അങ്ങനെയുള്ളവരെ എനിക്ക് കാണണ്ട എന്നുള്ള മട്ടിലാണോ? ചരാചരാത്മാ സനിമീലിതേക്ഷണ. അതല്ല, ഇവളെന്താ കൊണ്ടുവരണത്? സ്വതവേ താൻ കഴിച്ചു ശീലമുള്ളത് കൽക്കണ്ടം, മുന്തിരി, കദളിപ്പഴം, പാല്, വെണ്ണ, പാൽപ്പായസം. ഇവള് കൊണ്ടുവരണത് എന്താ? വിഷാണ്. അത് കഴിച്ച് ശീലമില്ല, ഇന്ന് വരെ കഴിച്ചിട്ടില്ല. അപ്പൊ കണ്ണടച്ചത് എന്തിനാ? ഇത് കഴിച്ച് ശീലമുള്ള ആളെ പരിചയമുണ്ട്, അയാളെ വിളിക്കാൻ വേണ്ടി കണ്ണടച്ചതാണ്. ആരാത്? അത് മമ്മിയൂരപ്പൻ. ഗുരുവായൂരപ്പൻ കണ്ണടച്ചു. ആരെ വിളിക്കുകയാണ്? ഹലോ മമ്മിയൂരപ്പ. ഹലോ 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 മമ്മിയൂരപ്പൻ. യെസ്. ആരാത്? ഗുരുവായൂരപ്പനാ? അതെ. കേൾക്കണുണ്ടോ? കേൾക്കണുണ്ട്. എന്താ സംഗതി? എന്തിനെ വിളിച്ചു? അല്ല, എന്താ വിളിച്ചത് വെച്ചാലേ, അന്ന് അങ്ങ് ആ പാലാഴിമതനം കഴിഞ്ഞ് വിഷം കഴിച്ചിട്ടേ പിന്നെ എവിടെ പോയി കാണിക്കാൻ? ഹോസ്പിറ്റലില്. ഏത് ഹോസ്പിറ്റലിലാ പോയത്? എന്ത് മരുന്നാ കഴിച്ചത്? എന്താ കാരണം? അല്ല, ഒന്നുമില്ല, ഒരു വിഷമായിട്ട് വരുന്നുണ്ട് ഇപ്പം. ആര്? പൂതന. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴേ ഒന്ന് അറിഞ്ഞു വെച്ചാൽ എളുപ്പമുണ്ടല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണോ? ചരാചര ആത്മാ സനിമീലിതേക്ഷണ കണ്ണടച്ചു. അത് മാത്രല്ല, അടുത്ത് ബലരാമേട്ടൻ ഇരിക്കുന്നുണ്ടേ, തന്റെ ഏട്ടനല്ലേ, അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട്. പൂതനെ കണ്ടതും ബലരാമേട്ടൻ നോക്കി കൃഷ്ണനെ. കാരണവരാണേ, ഇടപെടണ്ടേ. കൃഷ്ണൻ ഞാൻ അങ്ങോട്ട് അവളെ അങ്ങോട്ട് തീർത്താലോ? അപ്പൊ കൃഷ്ണൻ കണ്ണടച്ചതാണ്. വേണ്ട ഏട്ടാ, വേണ്ടാന്ന് കാണിക്കാൻ ചിലരൊക്കെ കണ്ണടയ്ക്കും. ചിലർ മിണ്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഒരു വേണ്ടാന്ന് കാണിക്കാൻ എന്താ ചെയ്യാ? ഇഡ്ഡലി വേണോ ചോദിച്ചാൽ അവര് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ എന്താ വേണ്ട, അത്രയേ ഉള്ളൂ. അങ്ങനെ വേണ്ടാന്ന് കാണിക്കാൻ വേണ്ട ഏട്ടാ, ഇതെനിക്കുള്ളതേ ഉള്ളൂ. ഭൂതനെയൊക്കെ നിസ്സാരം. ഇനി വലിയ ഏതെങ്കിലും അസുരന്മാരൊക്കെ വരുമ്പോൾ ഞാൻ ഏട്ടനോട് പറയാം, പ്രലംബനൊക്കെ വരുമ്പോൾ ഏട്ടനോട് പറയാം. ഇതിപ്പം എനിക്കുള്ളതല്ലേ ഉള്ളൂ. ചരാചരാത്മാ സനിമീലിതേക്ഷണ കണ്ണടച്ചു. അത് മാത്രല്ല, കഴിഞ്ഞ അവതാരത്തില് രാമാവതാരം, അതിൽ പൂതനെ ഈ താടകയെ കൊന്നു എന്നുള്ള ചീത്തപ്പേര്, സ്ത്രീവധം ചെയ്തു. അത് ആദ്യം സ്ത്രീവധം ചെയ്തു രാമൻ. ഇങ്ങനെയൊക്കെയാണ് ചീത്തപ്പേര്. ആദ്യം തന്നെ രാമൻ ആരെ കൊന്നു? ഒരു സ്ത്രീയെ കൊന്നു. സ്ത്രീവധം. ഇപ്പൊ ഈ അവതാരത്തിലും ആദ്യം തന്നെ സ്ത്രീവധം വേണ്ടി വന്നുവല്ലോ എന്ന് ആലോചിച്ചു ഭഗവാൻ. ചരാചരാത്മാ സനിമീലിതേക്ഷണ. ശരിക്കു പറഞ്ഞതൊന്നല്ലോ. എന്താ കണ്ണടയ്ക്കാൻ കാരണം? പൂതനെ, നീ എന്തൊക്കെ വേഷം കെട്ടിയിട്ടും കാര്യമില്ല. ഈ ഗോപികളെ പറ്റിക്കാം, ഇവിടെയുള്ള ഗോപന്മാരെ പറ്റിക്കാം, പക്ഷെ എന്നെ പറ്റിക്കാൻ നീ വിചാരിച്ചാൽ സാധിക്കില്ല. കാരണം നിന്റെ ഉള്ളിൽ ആരുണ്ട്? ഞാനുണ്ട്. ചരാചരാത്മാ. ഞാനാരാ? എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആളാ. നിന്റെ ചിന്ത എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്ന് വിചാരിക്കണുണ്ടോ? നീ വേഷം കെട്ടി എന്താ ഞാൻ മനസ്സിലാവാണ്ട പോകുന്നു വിചാരിച്ചു? എനിക്ക് കാണാൻ ഈ രണ്ട് കണ്ണിന്റെ ആവശ്യമില്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ കാണാൻ അത് വേണം. നിന്നെ മനസ്സിലാക്കണ രണ്ട് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് നിന്നെ കാണാൻ എന്ത് വേണ്ട? കണ്ണ് വേണ്ട. കണ്ണടച്ചാലും എനിക്ക് കാണാം. ചരാചരാത്മാ. നിന്റെ ഉള്ളിൽ ഞാനുണ്ട്. ചരാചരാത്മാവാണ് ഞാൻ. ഭഗവാൻ കണ്ണടച്ചു. പൂതന ഭഗവാനെ വാരിയെടുത്തു. കൊടുക്കണത് പാലല്ല, വിഷാണ്. എന്താ കിട്ടിയത് വെച്ചാൽ അത് കുടിക്കുക, അത്രയേ ഉള്ളൂ ഭഗവാന്. അതങ്ങനെ കുടിച്ചു. എന്തെങ്കിലും നല്ലതൊന്നുണ്ടോ നോക്കിയപ്പോ ജീവനെ കണ്ടു. ജീവൻ പിന്നെ നല്ലതാ. നമ്മുടെയൊക്കെ ജീവൻ ശുദ്ധാണ്. ജീവൻ ഈശ്വരാംശാണ്. പക്ഷെ നമ്മളൊക്കെ അപകടം കാണിക്കാറുണ്ടല്ലോ, അത് മനസ്സിനോട് ചേർന്നിട്ടാ. എന്താണ്? ഉറങ്ങുമ്പോ എല്ലാവരും ശുദ്ധന്മാരാ, ഉണർന്നാ പോയി. അത് മനസ്സ് വന്നോണ്ടാ. അപ്പൊ മനസ്സാണ് പ്രശ്നക്കാരൻ.
അപ്പൊ മനസ്സിനെയും മാറ്റി ജീവനെ കണ്ടപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ആ ജീവനെ തന്നിലേക്ക് അങ്ങോട്ട് എടുക്കാൻ പുറപ്പെട്ടു. പ്രാണൈ സമം രോഷസമന്വിതോ അഭിപത്. അതോടുകൂടി പൂതനയ്ക്ക് തന്റെ നഖം മുതൽ മുടി വരെന്തോ വലിഞ്ഞു മുറുകണത് പോലെ അവൾ ഉറക്കം വിളിച്ചു പറഞ്ഞു, സാമുഞ്ച പ്രഭാഷിണി, മതി 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 എന്ന് വിളിച്ചു പറയാം. അത് കേട്ടപ്പോ ഭഗവാൻ ചോദിക്കണത് കണ്ണു തുറന്നിട്ട്, പൂതനെ നീയാണോ മതി പറയേണ്ടത്, ഞാനാണോ മതി പറയേണ്ടത്? കഴിക്കുന്ന ആളാണോ വിളമ്പുന്ന ആളാണോ? ആരാ മതി പറയേണ്ടത്? വിളമ്പുന്ന ആള്. വിളമ്പുന്ന ആള് 3 ഇഡ്ഡലി വിളമ്പി അയാളിനെ മതി പറഞ്ഞാൽ പറ്റുമോ? വിളമ്പുന്ന ആള് വിളമ്പിക്കൊണ്ടിരിക്കുക, കഴിക്കുന്ന ആള് പറയും മതി. ഞാൻ ഇപ്പം കഴിക്കുക, നീ വിളമ്പുകയാണ്, നീ എങ്ങനെയാ മതി എന്ന് പറയാ? ഞാനല്ലേ പറയേണ്ടത്? എനിക്ക് മതിയായിട്ടില്ല. എന്നാൽ ഹോട്ടൽ വലിച്ചു കുടിക്കാൻ തുടങ്ങി. പിന്നെയാണ് ഭഗവാൻ ആലോചിച്ചത്, അവള് പറഞ്ഞതല്ലോ മതി മതി എന്ന് പറഞ്ഞത് എന്താ? കംസന്റെ കൊട്ടാരത്തിൽ കൃഷ്ണ ഞാൻ കഴിഞ്ഞത് മതി. എന്താണ്? അതാണ്. ഇനി എനിക്ക് വയ്യ, ഇനി ആ ദുഷ്ടന്റെ കൊട്ടാരത്തിൽ കഴിയാൻ എനിക്ക് വയ്യ. അതുകൊണ്ടല്ലേ എത്രയോ പേര് അവിടെ ഉണ്ടായിരുന്നു, ഒരുങ്ങി നിൽക്കണു, നിന്നെ കൊല്ലാനായിട്ട് വരാ പറഞ്ഞ. ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ പോവാന്ന്. കാരണം എന്താ? വേഗം മുക്തി ആണ്. ആദ്യം തന്നെ എനിക്കങ്ങോട്ട് കിട്ടിയ പിന്നെ ഈ സംസാര ബന്ധമില്ലല്ലോ, ആ ദുഷ്ടന്റെ കൂടെ കഴിയണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പുറപ്പെട്ടു വന്നത്. എനിക്ക് ഈ സംസാരം ആണ്, ഈ പ്രപഞ്ചം മതിയായി. സാ മുഞ്ച മുഞ്ചാലനിധി പ്രഭാഷിണി, എനിക്ക് മുക്തി തരൂ മുക്തി തരൂ ആണ്. എന്നെ വിട്ടയക്കൂ വിട്ടയക്കൂ. എന്താർത്ഥം? സംസാരത്തിൽ നിന്ന് വിട്ടയക്കൂ എന്നായിരിക്കും ആര് പറയണത്? അതാ അവതരിച്ചതിന് എന്തിനാ? മുക്തി കൊടുക്കാനല്ലേ. അവന് പൂതനയ്ക്ക് തുടങ്ങാം, ഇവൾക്ക് അങ്ങോട്ട് മുക്തി കൊടുക്കാന്ന് ഭഗവാൻ തീരുമാനിച്ചു. അങ്ങനെ പൂതനയ്ക്ക് മുക്തി. പൂതനാവധം എന്നല്ല പറയാ, എന്താ പറയാ? പൂതനാമോക്ഷം. ഭഗവാന്റെ കാരുണ്യം തുടങ്ങുകയാണ്, ലീല ആരംഭിക്കുകയാണ്. ആദ്യത്തെ ലീല പൂതനാമോക്ഷാണ്. അവൾക്ക് എന്താ കൊടുത്തത്? അവാപജനനീ ഗതി, അമ്മയ്ക്ക് കൊടുക്കണ ഗതി. പലരും ചോദിച്ചു ഭഗവാനോട്, എന്നാൽ ആ പൂതനയ്ക്ക്, കൊല്ലാൻ വന്ന പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞത് എന്താ കുഴപ്പം? യശോദാമ്മയും തന്നെയാ ചെയ്യാറ്, അത് അവളുടെ പണി തന്നെ. യശോദാമ്മയ്ക്ക് പാല് തരാറുണ്ട്, ചേർത്ത് പിടിക്കാറുണ്ട്, അത് തന്നെയാണ് പാല് ചെയ്തത് അവളും. അപ്പൊ എനിക്ക് അമ്മയെ പോലെ തന്നെ തോന്നി. യശോദാമ്മയ്ക്ക് ഭാവിയിൽ കൊടുക്കാൻ വെച്ച മോക്ഷം ഇപ്പൊ തന്നെ ആർക്ക് കൊടുത്തു? അതാണ് ഭഗവാന്റെ കാരുണ്യം. അവാപജനനീ ഗതി, അമ്മയ്ക്ക് കൊടുക്കണ ഗതി ഭഗവാൻ ഈ പൂതനയ്ക്ക് കൊടുക്കണം. അവളങ്ങോട്ട് വീണു. ആകാശം മുട്ട വലുപ്പമാണ്, ഇതൊരു വലുപ്പമാണ് അതിന്. അവള് മലന്നങ്ങോട്ട് വീണു, വലിയൊരു പർവ്വതം പോലെ, അതിന്റെ മുകളിൽ നീലരത്നം പോലെ ഭഗവാൻ. ഇത് കണ്ട് ഗോപന്മാരൊക്കെ പേടിച്ചു. ഇനി അവള് മരിച്ചിട്ടില്ലേ, അടുത്തേക്ക് പോകുമ്പോൾ പൊന്തി വരുമെന്നൊക്കെ പേടിച്ച് അവർ വിട്ടു നിൽക്കുകയാണ്. പക്ഷെ ഗോപികൾക്ക് സംശയമൊന്നുമില്ല. അവരോടി വന്നു, കൃഷ്ണനെ രക്ഷിക്കണം എന്ന് മാത്രമേ അവർക്കുള്ളൂ. അവർക്ക് അവരുടെ ജീവനൊന്നും വിഷയമില്ല, ഭഗവാൻ ആപത്തുണ്ടാവരുത്. അവരോടി വന്ന് ഭഗവാനെ എടുത്തു കൊണ്ടുപോയി. അവർക്കാവുന്ന മന്ത്രവാദമൊക്കെ ചെയ്തു. ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കുക, പശുവിന്റെ പാല് കൊണ്ട് ഒഴിയുക, ചാണകം തേക്കുക, നാമം ജപിക്കുക, എന്നിട്ട് ഭഗവാനെ രക്ഷിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ആരുടെ നാമം ജപിക്കണത്? കൃഷ്ണന്റെ നാമം. ഭഗവാന്റെ നാമം ജപിച്ചിട്ട് ഭഗവാനെ രക്ഷിക്കണേ, ഭഗവാനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഭഗവാന് പോലും രക്ഷ ഭഗവാന്റെ നാമ. പിന്നെ നമ്മളെ കാര്യം പറയണോ? അപ്പോഴേക്കാണ് ആര് വരണത്? നന്ദര് ഓടി വരികയാണ്. എന്തെങ്കിലും ആപത്ത് വന്നോ കുട്ടികൾക്ക് എന്നുള്ള മട്ടിൽ ഇവിടെ എത്തുമ്പോഴേക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പൂതന അവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ ചെയ്യേണ്ടത് എന്താ? ആ പൂതനയെ ദൂരത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കണം. എങ്ങനെ കൊണ്ടുപോകും? വലിയ ശരീരം, പണിക്കാരെ കേൾപ്പിച്ചു. അങ്ങനെ ഓരോരോ വിരലൊക്കെ കഷ്ണം മുറിച്ച് കൊണ്ടുപോവുക, തലയിൽ വെച്ച് കൊണ്ടുപോവുകയാണ്, തേക്കൊക്കെ കൊണ്ടുപോകണ മാതിരി. അങ്ങനെ ദൂരത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കണം. ദഹിപ്പിക്കുമ്പോൾ എല്ലാവരും മൂക്ക് കുത്തി, കാരണം ശവത്തിന്റെ ഗന്ധം അറിയാലോ, ദുർഗന്ധല്ലേ. അത് ഈ പാപിയായിട്ടുള്ള പൂതനയൊക്കെ വയ്യ, സഹിക്കാൻ വയ്യ കരുതി മൂക്ക് പൊത്തി നിൽക്കുമ്പോൾ ആരോ ഒന്ന് കൈ വിട്ട സമയത്തോ സുഗന്ധം. അകിലും ചന്ദനമൊക്കെ കത്തിച്ചാൽ എത്ര കണ്ട് സുഗന്ധം ഉണ്ടാവും? അതിന്റെ ഒക്കെ ഒരു 100 ഇരട്ടി സുഗന്ധം. അയാൾ പറഞ്ഞു, എല്ലാവരും കൈ വിട്ടോളൂ, ആസ്വദിച്ചോളൂ. പൂതനയ്ക്ക് സുഗന്ധ. എങ്ങനെ സുഗന്ധം വന്നു? എങ്ങനെ സുഗന്ധം വന്നു ചോദിച്ചാൽ, ആ വായുവിന് മിണ്ടാൻ കഴിവുണ്ടെങ്കിൽ അത് പറയും. ഞാൻ ആരാധിച്ചിട്ടുണ്ടോ? സച്ചിദാനന്ദ സുഗന്ധം. എന്താണ് എന്റെ പേര്? സച്ചിദാനന്ദ സുഗന്ധം. കാരണം ഈ പൂതന ആരെ തൊട്ടത്? അവൾ ആരെ തൊട്ടത്? ഭഗവാൻ വന്നു എന്ന് പറഞ്ഞതും നേരെ ഭഗവാനെ വന്ന് ആശ്രയിച്ചില്ലേ, തൊട്ടില്ലേ. ഭഗവാനെ തൊട്ടാ പിന്നെ ദുർവാസന ഉണ്ടോ? പിന്നെന്ത് ചീത്തത്വം? എത്ര മോശക്കാരാണെങ്കിലും ഭഗവാന് തൊടുന്നത് വരെയുള്ളൂ എന്ത് കാട്ടാളത്വം. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ദുർവാസന ഇല്ല, സദ്വാസന. മദംഗസംഗസ്യ ഫലം ന ദൂരേ. ഇതാണ് ഈ കഥയുടെ താല്പര്യം. മദംഗസംഗസ്യ, എന്നെ ആശ്രയിച്ചാൽ, എന്നെ തൊട്ടാൽ പിന്നെ അതിന്റെ ഫലം ദൂരത്തല്ല, ഉടനെ തന്നെ ഞാൻ കൊടുക്കും. എന്നെ ആശ്രയിച്ചാൽ മതി, അവരുടെ ദുഃഖം തീർത്തു കൊടുക്കും, അവരുടെ ആ ചീത്തത്വം മാറ്റിക്കൊടുക്കും. അങ്ങനെ ആദ്യം തന്നെ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. അതിനുശേഷം പിന്നീട് ഭഗവാൻ 28-ാം പിറന്നാള് രാവിലെ ഭഗവാനെ എണീപ്പിച്ച് കുളിപ്പിക്കുകയാണ് ആര്? യശോദ. ഇത് കാണാനായിട്ട് ദേവന്മാരൊക്കെ മുകളിൽ നോക്കി നിൽക്കും. ബ്രഹ്മാവൊക്കെ ചോദിക്കുകയാണ്, ഭാഗ്യം തന്നെ. കിം രൂപമസ്തുവാം യശോദയെ, ഈ പരബ്രഹ്മത്തെ ഇങ്ങനെ എണ്ണ തേപ്പിക്കാനും കുളിപ്പിക്കാനൊക്കെ എന്ത് ഭാഗ്യം ചെയ്തു ഈ യശോദയെ നീ. കാരണം ഇങ്ങനെ കാല് നീട്ടി വെച്ചാൽ ഭഗവാനെ കമഴ്ത്തി അങ്ങോട്ട് കടത്തുകയാണ് ഈ കാലിന്റെ മുകളിൽ. ഇവിടേക്ക് ചുറ്റും ഗോവസ്ത്രീകളൊക്കെ ഇരിക്കുന്നുണ്ട്, ഭഗവാന്റെ ഈ രൂപം കാണാനായിട്ട് മോഹിച്ച്.
ചൂടുവെള്ളമൊക്കെ ആയിട്ട് ഒരു ഗോപസ്ത്രീ ഭഗവാനെ കുളിപ്പിക്കാനുള്ള ചൂടുവെള്ളമായിട്ട് വേറൊരു ഗോപസ്ത്രീ, കളിപ്പിക്കാനുള്ള കിലുക്കൊക്കെ ആയിട്ട് വേറൊരു ഗോപസ്ത്രീ, പയറുപൊടിയായിട്ട് വേറൊരു ഗോപസ്ത്രീ, എണ്ണയായിട്ട് വേറൊരു ഗോപസ്ത്രീ, തോർത്തുമുണ്ടായിട്ട് ഇങ്ങനെ ചുറ്റുരിക്കുകയാണ്. നടുക്ക് യശോദ കാല് നീട്ടിരിക്കണു, ഭഗവാനെ കമഴ്ത്തി കിടത്തുന്നു, നല്ലോണം എണ്ണയൊക്കെ തേപ്പിക്കുന്നു. അപ്പോഴാണ് ബ്രഹ്മാവ് ചോദിക്കുന്നത്, നീ എന്ത് വ്രതാനുഷ്ഠിച്ചതെന്ന് പറഞ്ഞു തരൂ. എന്തിനാത്? എനിക്ക് ഈ ഭാഗ്യമില്ലല്ലോ. ആ പരബ്രഹ്മത്തെ മാറി ഒന്ന് നോക്കിക്കാണാന്നല്ലാതെ വിഷ്ണു ഭഗവാനെ തൊടാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഇത് നീ എന്തൊക്കെയാ ചെയ്യണത്? ആ ഭഗവാനെ എന്ത് പുണ്യം ചെയ്തു? എന്ത് വ്രതമാണ്? ഏകാദശി നോറ്റതാണോ? അങ്ങനെയാണെങ്കിൽ ഏത് ഏകാദശിയാ? എന്നാ അതിപ്പോ ഉണ്ടായിരുന്നു? എങ്ങനെയത് നോറ്റു? ഇങ്ങനെയൊക്കെ ആര് ചോദിക്കുകയാണ്? ബ്രഹ്മാവ് മുകളിൽ ചോദിക്കുകയാണ്. ആ ഭഗവാനെ ലാടിച്ചു. കുറച്ചു കഴിഞ്ഞ് കുളിപ്പിച്ചു കഴിഞ്ഞ് അപ്പൊ തന്നെ ഭഗവാൻ ഉറക്കം തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് കുറെ പണിയുള്ളതല്ലേ, വേഗം എന്നെ ഉറക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. ഒരുക്കി ആ ഉണ്ണിയെ പട്ടി പിരിച്ച് അവിടെ കിടത്തി കുട്ടികളെ ഏൽപ്പിച്ചു ഉണർന്ന അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ അടുക്കളയ്ക്ക് പോയതാണ്. ആ സമയത്ത് ഒരു കാഴ്ച. കംസം പറഞ്ഞയച്ച് ഒരു അസുരൻ, ശകടാസുരൻ, അത് അവിടെ വണ്ടിയിലേക്ക് ഇങ്ങോട്ട് ആവേശിച്ചു. കാളവണ്ടിയാണ്, പക്ഷെ കാളല്ല, വണ്ടി മാത്രം, അത് ചാരി വെച്ചതാ. അതിലേക്ക് ഇങ്ങോട്ട് വന്നു. അതങ്ങോട്ട് അനങ്ങി ഭഗവാൻ ഇങ്ങോട്ട് അരയ്ക്കണം, ചവിട്ടി ഇങ്ങോട്ട് അരയ്ക്കണം എന്ന് കരുതിയിട്ട് അത് ഇങ്ങനെ ഉരുണ്ട് അടുത്തേക്ക് വന്നു. ആ സമയത്ത് കൃഷ്ണൻ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ കുട്ടികൾ കയ്യും കാലൊക്കെ ഒന്ന് പൊന്തിക്കില്ലേ, ഇതുപോലെ ആ വലത്തെ കാലിന്റെ തള്ളവിരലൊന്ന് പൊന്തിച്ചോ സംശയം, ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ഈ വണ്ടി മുകളിലേക്ക് അങ്ങോട്ട് പൊന്തി, അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു. പിന്നെ അത് തവിട് പൊടിയായി താഴത്തേക്ക് അങ്ങോട്ട് വീണു. ഈ ശബ്ദം 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടത്. സംഭവം നടന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ശബ്ദം പുറമേക്ക് കേട്ടത്. ശബ്ദം കേട്ടതും എല്ലാവരും ഓടി വന്നു നോക്കുന്ന സമയത്ത് കുറച്ച് ദൂരത്തായിട്ട് ആ വണ്ടി പൊടിഞ്ഞു കിടക്കുന്നത് കാണുന്നുണ്ട്. കുട്ടികളൊക്കെ അത്ഭുതമായിട്ട് നോക്കി നിൽക്കുന്നു. അവരടുത്ത് വന്ന് ചോദിച്ചു എന്തേ ഉണ്ടായിന്ന്. അവര് പറഞ്ഞു ഈ ഉണ്ണിയുടെ കാല് കൊണ്ടതാണ്, ഞങ്ങൾ കണ്ടതാ, ആ ഉണ്ണിയുടെ കാല് കൊണ്ടിട്ടാണ് ഇതൊക്കെ അങ്ങനെ ആയത്. പക്ഷെ അവരാരും വിശ്വസിച്ചില്ല. കുട്ടികളെന്തോ വിവരമില്ലാണ്ട പറയാ, പിന്നെ ബുദ്ധിയില്ലാത്ത കുട്ടികൾ ചെറുപ്പല്ലേ, അവർക്ക് പത്രയ്ക്ക് നിശ്ചയുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. എന്നാൽ അവർ അന്വേഷിച്ചില്ല. എന്നാൽ അവർ പറഞ്ഞത് വിശ്വസിച്ചോ? ഇല്ല. ഇങ്ങനെയാണ് ലോകര്. ഒന്ന് അന്വേഷിച്ചാൽ ഈശ്വരൻ ഉണ്ടെന്ന് മനസ്സിലാവും, അന്വേഷിക്കില്ല. എന്നാൽ അറിയണവർ പറഞ്ഞാലോ അത് വിശ്വസിക്കൂല. ഇത് ലോകത്തിന്റെ ഒരു പ്രശ്നമാണ്. നിഷ്കളങ്കരായ കുട്ടികൾ ഭഗവാന്റെ ലീലകളും കാണുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞു. പിന്നീട് തൃണാവർത്തന മോക്ഷം കൊടുക്കണ ലീല, അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഭഗവാന്റെ പേരിടൽ ചടങ്ങാണ്. കാരണം ഇത്രയും കാലമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പേരിട്ടിട്ടില്ല. കുറച്ചു കഴിഞ്ഞു പേരിടണ്ടേന്ന് ആലോചിക്കുകയാണ്. എന്താ ഇത്ര വൈകിയത് ചോദിച്ചാൽ, അവിടെ കൃഷ്ണൻ ഉണ്ടല്ലോ, നന്ദഗോപരുടെ ഉണ്ണിയല്ലാരും, ലക്ഷ്മണല്ല ബലരാമൻ ഉണ്ടല്ലോ. ബലരാമൻ തന്റെ ഉണ്ണിയല്ലല്ലോ, വസുദേവരുടെ ഉണ്ണിയല്ലേ. വസുദേവരുടെ ഉണ്ണിക്ക് താൻ എങ്ങനെയാ പേരിടുക? അതും അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ആരാ? ഗർഗാചാര്യരാണ്. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഗർഗാചാര്യര. തന്റെ ഗുരുനാഥനോ നന്ദഗോപരുടേത് ശാണ്ഡില്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പേരിടുന്നുണ്ടാവില്ലേ? താൻ ശാണ്ഡില്യനെ വിളിച്ചിട്ട് താൻ ഇപ്പം അയാളുടെ ഉണ്ണിക്ക് പേരിട്ട് ഇഷ്ടാവൂ? ഇങ്ങനെയൊക്കെയുള്ളൊരു സംശയം ആർക്കുണ്ട്? നന്ദഗോപർക്കുണ്ട്. പക്ഷെ അവസാനം തീരുമാനിച്ചു അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് ഇപ്പൊ ഒന്നും സാധിക്കില്ല. കാരണം അവിടെ ജയിലിലല്ലേ, കംസന്റെ കൊട്ടാരത്തിലല്ലേ. തൽക്കാലം ശാണ്ഡില്യനെ കൊണ്ട് തന്റെ ഉണ്ണിക്കും അദ്ദേഹത്തിന്റെ ഉണ്ണിക്കും പേരിടാം എന്ന് കരുതി നന്ദഗോപര് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്ക് ആരുണ്ട് അവിടെ? അവിടെ ഗർഗാചാര്യർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഏറെക്കുറെ മനസ്സിലാക്കി തന്റെ ഈ ചാൻസ് നഷ്ടപ്പെടും, മിക്കവാറും ആ പരബ്രഹ്മത്തിന് ആര് പേരിടും? ശാണ്ഡിലിനെങ്ങാനും പേരിട്ടാൽ താൻ ഈ ഗർഗനായിട്ട് വന്നു തന്നെ ഈ പരബ്രഹ്മത്തിന് പേരിടാലോ എന്ന് കരുതിയിട്ടാ. ഗർഗഃ പുരോഹിതോ രാജൻ യദൂനാം സുമഹാതപ വ്രജം ജഗാമനന്ദസ്യ വസുദേവ പ്രചോദിതഃ. വസുദേവർ പറഞ്ഞയച്ചു വരികയാണ് ഗർഗൻ. വസുദേവർ അവിടുന്ന് പറഞ്ഞു, ഇനി വൈകണ്ട, ഇനി വൈകിയാൽ ചിലപ്പോൾ കുട്ടികൾക്ക് അയാൾ പേരിട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യും, അങ്ങ് വേഗം ചെല്ലണം, എനിക്ക് നിർബന്ധ, അങ്ങനെ വേണം എന്റെ ഉണ്ണിക്ക് പേരിടുക. അത് കേട്ട് ഗർഗാചാര്യര് നന്ദഗ്രഹത്തിലെത്തി. യാദൃശ്ചികമായിട്ട് വന്നു എന്നുള്ള മട്ടില്ല. ഇവിടെ അടുത്തെന്തോ ഒരു ഉപനയനം, അവിടെ വന്ന സമയത്തൊന്നും കേട്ട് കയറി മാത്രം കുട്ടികളുണ്ടെന്ന് കേട്ടൊന്ന് കണ്ടുപോവാം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. നന്ദഗോപുര പറഞ്ഞു അതുപോലെ, എന്തായാലും കണ്ട സ്ഥിതിക്ക് ഞാൻ ഇപ്പൊ ശാണ്ഡിലിനെ അന്വേഷിച്ചു പോണില്ല, ഉണ്ണികൾക്ക് പേരിടണം. എന്നെ സംബന്ധിച്ച് എന്റെ ഉണ്ണിക്ക് ഇപ്പൊ ഇന്നാള് പേരിടണമെന്നൊന്നുമില്ല, മഹാത്മാവ് ആവണം പേരിടുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് രാമനും കൃഷ്ണനും അങ്ങ് പേരിടണം. രാമകൃഷ്ണൻ നമ്മൾ പറയുകയാണ്, പേരില്ലപ്പോ. അവിടെയുള്ള ഗോപികളൊക്കെ കറുത്തുണ്ണി വെളുത്തുണ്ണി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ പേരിട്ടില്ലെങ്കിൽ ശരിയാവില്ല കണ്ടിട്ടാണ് പേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പേരിടണം എന്ന് പറഞ്ഞു. ഗർഗാചാര്യർക്ക് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു രഹസ്യമായിട്ടായിക്കോട്ടെ, കാരണം ഇത് ലോകനറിയണ്ട. ഇപ്പൊ കുറച്ചു പേരല്ലേ ഇവിടെ ഉള്ളൂ, അവരെന്നെ അറിഞ്ഞാൽ മതി, ഇനി പുറമേക്ക് പറയണ്ട. കുറച്ച് വൃദ്ധ ഗോപന്മാർ അവിടെ ഉണ്ട്, അവർ മാത്രം മതി. ആ ഗേറ്റ് അങ്ങോട്ട് അടച്ചോളൂ, ആ വലിയ മതില്, അതിന്റെ ആ ഗേറ്റ് അങ്ങോട്ട് അടച്ചോളൂ. ഇനി ആരും ആ കവാടം കഴിഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അതും ഇവിടെ വെച്ചിട്ട് വേണ്ട, നമുക്ക് ഗോശാലയിൽ വെച്ചിട്ടാവാം. അതാകുമ്പോഴും അങ്ങനെ ആരും അറിയില്ല. അതല്ല, അത്രയും ശുദ്ധമായ സ്ഥലം വേറെ ഇല്ല. കാരണം പശുവിന്റെ എല്ലാ വസ്തുക്കളും എന്താണ്, അത് ശുദ്ധാക്കണത്. നമുക്ക് വേണ്ടാത്തതൊക്കെ അത് കഴിക്കും കേട്ടോ. നമുക്ക് തരേണ്ടത് അമൃതാണ്, പാല്, അമൃത്. നമ്മുടെ പോറ്റമ്മയാണ് ആര്? പശു. ഇതാണ്. പിന്നെ കുറച്ചു കാലം അമ്മയുടെ പാല് കുടിച്ചുള്ളൂ, പിന്നുള്ളതൊക്കെ ഈ പശുവിന്റെ പാലാ കുടിക്കുന്നത്. വളർത്തമ്മയായിട്ട് കണക്കാക്കണം. ഇതാണ് പശുവിനെ അമ്മയായിട്ടാ കണക്കാക്കുക.
നമ്മുടെ അമ്മ നമ്മുടെ മാത്രം അമ്മയാണ്. പശുവോ ലോകത്തിന്റെ മുഴുവൻ അമ്മയാണ്. അത് പുറമേക്ക് തരേണ്ടതാവട്ടെ പാലാണെങ്കിൽ അതും ശുദ്ധാവണമാണ്, നമുക്ക് അമൃതാണ്. ഇനി ഗോമൂത്രമാണെങ്കിലും ചാണകമാണെങ്കിലും അതൊക്കെ ശുദ്ധാക്കാൻ ഉപയോഗിക്കണതാ. ചാണകമൊക്കെ ശ്രീലകം വരെ കൊണ്ടുപോവാ, ശുദ്ധം മാറില്ല. നിലമൊക്കെ തളിച്ച് വൃത്തിയാക്കി എങ്ങനെയാ നമ്മൾ ശുദ്ധാവാൻ എന്താ ചെയ്യുക? പണ്ട് കാലത്തൊക്കെ ചാണകം തളിക്കുക ചെയ്യുക. അതാണ് പശുവിന്റെ പ്രത്യേകത. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്താ ഈ പശു നായും തമ്മിലുള്ള വ്യത്യാസം? അവർക്ക് ഒരുപോലെയല്ലേ? ആണോ? ആണോ? അതന്നെ മതി. ഈ ഒരു ഉദാഹരണേ ആവശ്യമുള്ളൂ. പശു നായ ഒരുപോലെയല്ല. പശുവിന്റെ ചാണകം ശുദ്ധാക്കാൻ എടുക്കും, നായയുടെയോ അതന്നെയാ പറഞ്ഞത്. അത്രയും വ്യത്യാസമുള്ളൂ. മനുഷ്യൻ വലിയ കേമനാ, മനുഷ്യന്റെ എടുക്കും അതുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ കേമാണ് ആ പശു എന്ന് മനസ്സിലാക്കുക. അതാണ് പശുവിന്റെ പ്രത്യേകത. അപ്പൊ ഗോശാലയിൽ വെച്ചിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗോശാലയിൽ വെച്ച് ആ പേരിടൽ ചടങ്ങ് അവിടെ വെച്ചു. അങ്ങനെ ആ ഉണ്ണിയെ ബലരാമനെടുത്ത് മടിയിൽ വെച്ചു. എന്തൊരു സൗന്ദര്യം! രമയതി ഇതി രാമഹ, എല്ലാവരെയും രമിപ്പിക്കുന്നവൻ രാമൻ എന്ന് പേരിട്ടു. കുറച്ച് കനം ഉണ്ട്, ബലമുണ്ട്. അതുകൊണ്ട് ബലാധിക്യാത് ബലം വിദുഹോ, ബലരാമൻ എന്ന് പേരിട്ടു. പിന്നീട് ആ കൃഷ്ണനെ എടുത്ത് മടിയിൽ വെച്ചു. അദ്ദേഹം സമാധിയിലിരിക്കുകയാണ്. ആര്? ഗർഗാചാര്യര്. എന്തെന്നില്ലാത്ത ആനന്ദം. തന്റെ ജന്മം താ സഫലായി എന്നുള്ള മട്ടിൽ അദ്ദേഹം അങ്ങനെ കണ്ണടച്ച് രോമാഞ്ചം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പേരിടണമൊന്നുമില്ല. അവസാനം തട്ടി വിളിച്ചുവര് അതൊക്കെ അവർ തട്ടി വിളിച്ചപ്പോ പേരിടണല്ലേ. വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത ഭൂതപ്രതുഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷത്രജ്ഞോക്ഷര ഏവച. ഒരു 20 മിനിറ്റ്. അപ്പോഴും നന്ദഗോപര് കരുതി എന്ത് സഹസ്രനാമം ജപിക്കവോ, ഉണ്ണിക്ക് നന്മ ഉണ്ടാവട്ടെ എന്നുള്ള മട്ടിൽ. അവസാനം ചോദിച്ചു, പേരിടണ്ടേ ചോദിച്ചു. സഹസ്രനാമോ വാ അനന്തനാമോ സിയാത്. ഞാനിപ്പോ ഇത്രയും പറഞ്ഞില്ലേ 1000 നാമങ്ങൾ, ഏത് വേണേലും വിളിക്കാം. ഇതൊക്കെ ഭഗവാന്റെ പേരുകളാന്ന് പറഞ്ഞ സമയത്ത് നന്ദഗോപർ പറഞ്ഞു പറ്റില്ല. കാരണം ഈ പേരൊക്കെ വിളിക്കണം വെച്ചാൽ ലേശം പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഗോപസ്ത്രീകളെ പറ്റി അങ്ങനെ അറിയണ്ട. അവർ സ്കൂളൊന്നും പോയില്ല. ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഈ പേരൊക്കെ വിളിക്കണം വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഭൂതഭവ്യ ഭവത് പ്രഭു ആരുടെ പേരാ? കൃഷ്ണനെ എങ്ങനെയാ വിളിക്കുക? ഗോപസ്ത്രീകൾ എങ്ങനെയാ വിളിക്കുക? രാവിലെ കൃഷ്ണനെ വിളിക്കുകയാണെന്ന് ഭൂതഭവ്യ ഭവത് പ്രഭു. ഭൂതഭവ്യ ഭവത് എങ്ങനെ അത് വിളിക്കാം? നമുക്ക് എന്നത് വിളിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ സംഗതി ഭഗവാന്റെ പേരൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഇത് വിളിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അധിക അക്ഷരമൊന്നും വേണ്ട, 2 അക്ഷരം നീട്ടി വിളിക്കാൻ പാകത്തിന്, എല്ലാവർക്കും വിളിക്കാൻ പാകത്തിന് അങ്ങനെയുള്ള എന്തെങ്കിലും പേരായ നന്നായി എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കണ്ണടച്ചു. ഏത് പേരാ ഭഗവാനെ അങ്ങേക്ക് ഞാൻ ഇടേണ്ടത്? ഇനി ഞാൻ ഇടുന്ന ഈ പേരാണ് അങ്ങയെ എല്ലാവരും വിളിച്ച് നീ ആശ്രയിക്കുക, അതുകൊണ്ട് നല്ലൊരു പേരാവണ്ടേ എന്ന് പറഞ്ഞ ഭഗവാനെ ധ്യാനിച്ചു. അദ്ദേഹം വീണ്ടും സമാധിയിലിരുന്നു. ഭഗവാൻ ആ പേരൊന്ന് കാണിച്ചു കൊടുക്കാന്ന് കരുതി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നീണ്ട താടി വന്ന് തന്റെ മുഖത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടെന്ന്. അതിങ്ങനെ ഒരയ്യാണ്, അല്ലാത്ത പ്രയാസം. തന്റെ കുഞ്ഞി കൈ കൊണ്ട് ആ വെഞ്ചാമരം പോലുള്ള താടി ആര് പിടിച്ചു വലിച്ചു? ഭഗവാൻ അങ്ങോട്ട് പിടിച്ചു വലിച്ചു. അപ്പൊ പേര് കിട്ടി. അദ്ദേഹം ഞെട്ടി ഉണർന്നു. പിടിച്ചു വലിക്കുന്നവൻ കർഷയതി, ആകർഷിക്കുന്നവൻ, പിടിച്ചു വലിക്കുന്നവൻ, തന്നിലേക്ക് ആകർഷിക്കുന്നവൻ കൃഷ്ണൻ. കറുത്ത നിറമുള്ളത് കൊണ്ടും കൃഷ്ണൻ. കൃഷിധാതു നകാരാഭ്യാം. ഇനി മേൽപ്പത്തൂര് പറയും കൃഷിധാതുവിന് എന്താ അർത്ഥം? സത്ത് എന്നാണ് അർത്ഥം. ണ എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നാണ് അർത്ഥം. അപ്പം കൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്ത്, ചിത്ത്, ആനന്ദം, സച്ചിത് ആനന്ദം. ആശ്രയിക്കുന്നവർക്ക് ആനന്ദം കൊടുക്കുന്നവൻ, വലിയ ആനന്ദം കൊടുക്കുന്ന, പരമാനന്ദം കൊടുക്കുന്നവൻ, ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തി. ഒരിക്കലും പിന്നെ അവർ ദുഃഖിക്കില്ല ഈ ഭഗവാനെ ആശ്രയിച്ചാൽ. അതാണ് ആ കൃഷ്ണൻ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം. ദക്ഷിണയൊക്കെ കൊടുത്തു. ഗർഗാചാര്യർ അനുഗ്രഹിച്ച് അവിടുന്ന് പോയി. പിന്നെ ഈ കുട്ടികളുടെ ലീലകളാണ്. അധികം വൈകിയില്ല. അവരൊക്കെ പെട്ടെന്ന് തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. എണീക്കുക, മുട്ടുകുത്തുക, ഓടുക, ചാടുക ഒക്കെ വേഗം തന്നെ. കാലേനാവ്രജതാൽപേന ഗോകുലേ രാമകേശവൗ ജാനുഭ്യാം സഹപാണിഭ്യാം രിംഗമാണൗ ജഹ്രതുഹു. വ്രജേന അല്ല, കാലേന വ്രജതാൽപേന. എന്താ ഒക്കെ വേഗം ചെയ്തത്? എത്ര ഗോപസ്ത്രീകൾ അവിടെ വീട്ടിൽ വെണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ താൻ പോയി കക്കണ്ടേ? അപ്പൊ അതുകൊണ്ടൊക്കെ പെട്ടെന്നായിരുന്നു. എണീക്കാൻ പഠിച്ചു, ഓടാൻ പഠിച്ചു, ചാടാൻ പഠിച്ചു. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അവിടെ അടുത്തൊരു പശുക്കുട്ടി ഉണ്ട്. ആ പശുക്കുട്ടി വെള്ളം കുടിക്കുന്ന സമയത്ത് അതിന്റെ തല പിടിക്കും. അത് വെള്ളം കുടിച്ച് പൊന്തുമ്പോൾ അതിന്റെ കൂടെ ആരും പൊന്തും. അങ്ങനെ നിൽക്കാൻ പഠിച്ചു. ഓടാൻ പഠിച്ചതോ ആ പശുക്കുട്ടിയുടെ വാല് പിടിക്കും. അത് അമ്മ പശുവിന്റെ പിന്നാലെ ഓടുമ്പോ പിന്നാലെ അങ്ങനെ ഓടാൻ പഠിച്ചു, ചാടാൻ പഠിച്ചു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കക്കാനും പഠിച്ചു. സംശയം. രാവിലെ ആയി കഴിഞ്ഞാൽ ഗോപസ്ത്രീകളൊക്കെ യശോദയുടെ മുറ്റത്താ. എന്നിട്ട് അവരിങ്ങനെ കൃഷ്ണനെ പറ്റി പരാതി പറയും. കേൾക്കാൻ ആരേ ഉള്ളൂ? യശോദ മാത്രം. 100 പേര് പറയും, ഒരാൾ കേൾക്കും. സ്വയം തിരിച്ചാൽ പതിവ്. ഒരാൾ പറയും, 100 പേര് കേൾക്കും. 100 പേര് പറയും, യശോദ മാത്രം ഇരുന്ന് കേൾക്കുകയാണ്. എന്താ അവര് പറയണത്? വത്സാൻ മുഞ്ചൻ കൊരിത സമയേ ക്രോശസഞ്ജാത സഹസ്തേയം. നിന്റെ ഉണ്ണിയുടെ ആ വികൃതി സഹിക്കാൻ വയ്യ യശോദ.
നിനക്കറിയില്ല ഞങ്ങളൊക്കെ പാലും വേണ്ടി തൈരൊക്കെ വിട്ട് ജീവിക്കുന്നവരല്ലേ. ഒരിക്കലും എന്തേണ്ടായി പറയാണ്, എന്തേണ്ടായി വെച്ചാൽ ആ സമയത്ത് വന്നിട്ട് പശുക്കുട്ടി കഴിച്ചു വിട്ടു. പിന്നെന്താ ഉണ്ടാവുക? രാവിലെ ഞങ്ങൾ ബക്കറ്റുമായിട്ട് പോയപ്പോ ഒന്നുമില്ല. എന്തിനാ കൃഷ്ണ അങ്ങനെ ചെയ്തത്? അപ്പൊ കൃഷ്ണൻ പറഞ്ഞത്, അമ്മേ ഞാൻ ഇവിടെ അവതരിച്ച് തന്നെ അഴിച്ചുവിടാനാ. എന്താണ്? മുക്തി, എല്ലാവരുടെയും കെട്ടങ്ങട്ട് പൊട്ടിച്ച് സ്വതന്ത്രരാക്കുക. അതിനാ ഞാൻ വന്നത് തന്നെ. ആദ്യം നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് ശരിയാക്കുക, എന്നിട്ടല്ലേ പുറത്തേക്ക് പോകുക. ആദ്യം വീട്ടിൽ ശരിയാക്കുക, പിന്നെ ചുറ്റുവട്ടത്തൊക്കെ റെഡിയാക്കുക, അല്ലേ? ഇപ്പൊ ഞാൻ നോക്കിയപ്പോ പശുക്കുട്ടികളൊക്കെ കെട്ടിയിട്ടത് കണ്ടപ്പോ സഹിച്ചില്ല, അങ്ങോട്ട് അഴിച്ചു വിട്ടു. ധർമ്മ സംസ്ഥാപനാർത്ഥായ, എന്തിനാ അവതരിച്ചത്? ധർമ്മത്തെ സ്ഥാപിക്കാൻ. അമ്മയുടെ പാല് ഞാനല്ലേ കുടിക്കാറ്? അതെ. അപ്പൊ അമ്മയുടെ പാല് ആർക്ക് അവകാശപ്പെട്ടതാ? കുട്ടിക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ പശുവിന്റെ പാല് പശുക്കുട്ടിക്ക് അവകാശപ്പെട്ടതല്ലേ? ധർമ്മ സംസ്ഥാപനാർത്ഥായ, അതിനുവേണ്ടി അഴിച്ചുവിട്ടു. ശരിയാ എന്ത് പറയും? വത്സാൻ മുഞ്ചൻ ക്വചിത് അസമയേ ക്രോശ സഞ്ജാതഃ സഹസ്തേയം സ്വാദു അത്തി അദധിപയ കൽപ്പിതൈസ്തേയയോഗൈഃ മർക്കാൻ ഭൂക്ഷ്യൻ. വേറൊരു ഗോപി പറഞ്ഞു, യശോദേ, കൃഷ്ണൻ കഴിക്കാൻ വെച്ചാൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, കൃഷ്ണൻ കഴിച്ചോട്ടെ, പ്രശ്നമില്ല. പക്ഷേ കുരങ്ങനെ കൊടുക്കുക. അവിടുന്ന് വെണ്ണ എടുത്തിട്ട് ആർക്ക് കൊടുക്കുന്നുണ്ട്? കുരങ്ങനെ കൊടുക്കുന്നുണ്ട്. ഉടനെ അമ്മ ചോദിച്ചു, എന്തിനാ കൃഷ്ണൻ ഈ കുരങ്ങനെ കൊടുക്കണു? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, ഞാൻ ആ വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു. ഞാൻ കരുതിയത് ഇവളുടെ ഭർത്താവാണ്, ഗോപസ്ത്രീയുടെ. അവർക്ക് സന്തോഷമായിക്കോട്ടെ ലേശം ആർക്കും കൊടുത്തു. പിന്നെ മനസ്സിലായത് അത് കുരങ്ങനെ എഴുതും. രണ്ടുപേരെ ചായ പൂമോത്തിരുന്ന മനസ്സിലാവില്ല. രണ്ടുപേരെ ഗോപസ്ത്രീയുടെ ഭർത്താവും. ഞാൻ മാറിപ്പോയി, വിചാരിച്ചു കൊടുത്തതായിരുന്നു. ഇതാണ് അവന്റെ വർത്തമാനം. മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേത് നാത്തി. ഇനി ഒന്നും വെക്കാണ്ടിരുന്നാലോ? യശോദ ചോദിച്ചു, ഒന്നും വെക്കാണ്ടിരുന്നൂടെ? നിങ്ങളിത് ഇങ്ങനെ കാണാൻ പാകത്തിന് വെച്ചിട്ടല്ലേ കുട്ടികൾ എടുക്കണത്? ഒന്നും പറയണ്ട, ഒന്നും വെക്കാണ്ടിരുന്ന എന്താ അവസ്ഥ? ആ പാത്രം മുഴുവൻ പൊട്ടിക്കും. നാത്തി ഭാണ്ഡം ഭിനത്തി. എന്നാ നീ കണക്ക് പറഞ്ഞാൽ മതി. പാത്രം പൊട്ടിച്ചു എന്ന് പറയണ്ട, എണ്ണം പറഞ്ഞ അത്രയ്ക്ക് സ്വർണത്തിന്റെ പാത്രം ഞാൻ തരാം. അങ്ങനെ ആ ഗോപികൾക്കൊക്കെ സ്വർണത്തിന്റെ പാത്രം ആര് കൊടുത്തു? യശോദ കൊടുത്തു. അവർക്കുണ്ടായ സന്തോഷം. ഇതന്നെയാ ഭഗവാന്റെ ഉദ്ദേശം. അവരൊക്കെ ദരിദ്രരാണ്, തന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. അങ്ങോട്ട് ഒഴുകട്ടെ, എല്ലാവർക്കും സമ്പത്ത് കിട്ടട്ടെ. ഇടയ്ക്ക് ഗോപസ്ത്രീകൾ വന്ന് പറയും, കൃഷ്ണ ശനി ഞായർ ഒഴിവുണ്ടെങ്കിൽ വരണേ, 2 പാത്രം ബാക്കിയുണ്ട്. മണ്ണിന്റെ പാത്രം പൊട്ടിച്ചു വെച്ച സ്വർണ്ണ പാത്രം കിട്ടുമല്ലോ. ഇങ്ങനെ യാത്യുപക്രോശ്യതോകാൻ. വേറൊരു ഗോപി പറഞ്ഞു, ഒന്നും പറയണ്ട, എന്റെ വാശിക്കുട്ടി, നിനക്കറിയില്ല അതിന്റെ കഥ. അത് എപ്പോഴും കീപ്പേന്നാണ്. അവസാനം എങ്ങനെയൊക്കെയോ ഒന്ന് രാത്രി ഒരു 12:15 ആകുമ്പോഴേക്ക് അതിനെ ഉറക്കി. എന്നിട്ട് ഞാനൊന്ന് അങ്ങോട്ട് കിടക്കാൻ പുറപ്പെട്ടപ്പോഴേക്ക് കൃഷ്ണൻ വന്ന് ആ കുട്ടിക്ക് തുടക്കി ഒരു നുള്ള അങ്ങോട്ട് കൊടുത്തു. പിന്നെ പറയണ്ട, പിന്നെ രാവിലെ 6 മണി വരെ. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? 2.5 വയസ്സ് കുട്ടി എന്ത് തെറ്റ് ചെയ്തു? കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ എന്ത് തെറ്റ് ചെയ്തു? കൃഷ്ണൻ പറഞ്ഞു, അമ്മ ഇവിടെ ജനിച്ചു, അതന്നെ തെറ്റു. എന്താണ്? അപ്പുണ്ടായ കുട്ടി എന്ത് തെറ്റ് ചോദിച്ചാൽ ജനിച്ചില്ലേ? ജനിച്ച എന്താ അർത്ഥം? എന്തോ തെറ്റ് ചെയ്തോണ്ടാണ് ജനിച്ചത്, ജനിക്കില്ലായിരുന്നു. അപ്പൊ നുള്ളിയത് എന്തിനാ? കരുതി ജീവിച്ചോളൂ. ഇനി കരുതി ജീവിക്കുക, അതിന്റെ തെറ്റി പിന്നാലെ പോകണ്ട. ഭാഗവതൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പൊരിക്കട്ടോ ഈ ജന്മത്ത്. നന്ദി അടുത്ത ജന്മം ഇല്ലാണ്ട് കഴിച്ചു കൂട്ടാം എന്ന് കാണിക്കാൻ നുള്ളി. നമുക്ക് നുള്ളു കിട്ടാത്തോണ്ടാണ്. ഇടയ്ക്കൊക്കെ കിട്ടും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ജനിച്ചാൽ തന്നെ തെറ്റാ, അത് ഓർമ്മിപ്പിക്കാനാണ്. യാത്യുപക്രോശ്യതോകാൻ. വേറൊരു ഗോസ്ത്രീ പറഞ്ഞു, ഇവന്റെ വർത്തമാനാണ് സഹിക്കാൻ പ്രയാസം. കക്കച്ച കട്ടോട്ടെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വർത്തമാനം. ഒരിക്കലും എന്റെ വീട്ടിൽ വന്ന് വെണ്ണ വെച്ച കാലത്തിൽ കൈയിട്ടു. ഞാൻ വാതിൽ അങ്ങോട്ട് തുറന്ന സമയത്ത് ഒരു പരിഭ്രമവും ഇല്ല. സ്വതവേ കള്ളനാണെങ്കിൽ പരിഭ്രമിക്കണ്ടേ? ഇവൻ എന്നോട് ചോദിക്കുക, നീ ആരാ? എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ വെണ്ണ വെച്ച കാലത്ത് കൈയിട്ടിട്ട് ഞാൻ വാതിൽ തുറന്നപ്പോ എന്നോട് നീ ആരാ എന്റെ വീട്ടിൽ നിന്നുള്ള മട്ടിൽ ചോദിക്കും. ഞാൻ ഉത്തരം പറഞ്ഞില്ല, ഞാൻ തിരിച്ചു ചോദിച്ചു, കസ്ത്വം ബാല, നീ ആരാ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടോ? ബലാനുജഹ, ഞാൻ ബലരാമന്റെ അനിയനാ. ആരാ ബലരാമൻ? എന്റെ ഏട്ടനാ. നീ ആരാ? ബലരാമന്റെ അനിയനാ. ആരാ ബലരാമൻ? എന്റെ. താൻ ആരാ പറഞ്ഞു? അത് പറഞ്ഞില്ല, അത് പറയില്ല. അങ്ങനത്തെ ഒരു സാമർഥ്യമാണ്. തന്നെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കില്ല. നീ എവിടെ പോയാലും ചോദിച്ചാൽ പേര് പറയാ ബലാനുജഹ അല്ലെങ്കിൽ രാമാനുജഹ. രാമന്റെ അനിയനാ, ബലരാമന്റെ അനിയനാ നീ പറയുള്ളൂ. എന്താ കാരണം വെച്ചാൽ ബലരാമന് നല്ല പേരാണ്, കൃഷ്ണൻ അത്ര നല്ല പേരല്ലാത്തോണ്ട് ആ പേര് പറയില്ല. പിന്നെ അത് മാത്രല്ല, ബലാനുജഹ എന്ന് പറയാൻ കാരണം എന്താ? ഇനി നിന്റെ വീട്ടിൽ വന്ന് വെണ്ണ കട്ടു എന്ന് പറഞ്ഞ എന്നെ തല്ലാനായിട്ട് വരണ്ട. എനിക്ക് ചോദിക്കാൻ ആരുണ്ട്? എന്റെ ഏട്ടൻ ബലരാമനാണ്. അതും രാമാനുജഹ എന്നല്ല, എന്താ പറഞ്ഞത്? ബലാനുജഹ. എന്റെ ഏട്ടനെ കണ്ടില്ലല്ലോ, എന്റെ ഏട്ടന്റെ ആ ശരീരമൊന്നും കണ്ടില്ലല്ലോ, നല്ല മസിലുള്ള ആളാ, എന്റെ തലയ്ക്ക് കിഴുക്ക് കിട്ടും എന്നെ തൊട്ടാൽ എന്ന് കാണിക്കാനാണ് ബലാനുജഹ. ശരി, സംഭവിച്ചു, നീ ബലരാമന്റെ അനിയനായിക്കോട്ടെ. ഈ മീഹത്തെ എന്തിനാ ഇവിടെ വന്നത്?
അപ്പൊ ചുറ്റും നോക്കിയിട്ട്, ഓ സോറി, നിന്റെ വീടായിരുന്നുല്ലേ, മെല്ലെ പോവാൻ നോക്കുകയാണ്. അവിടെ പിടിച്ചു വെച്ചു. അവിടെ നിൽക്ക്, എന്തിനാ വന്നത് പറയും. മന്മന്ദിരാശങ്കയാ, ക്ഷമിക്കണേ, ഞാൻ പെട്ടെന്നേ ഇതങ്ങോട്ട് കണ്ടപ്പോ അതേ പെയിന്റ് എന്റെ വീടിനും, ഞാൻ നോക്കിയപ്പോ എന്റെ വീടാ കരുതി കൊണ്ട് കയറിയതാ. മന്മന്ദിരാശങ്കയാ, ഓ സംഭവിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഒരേ വീട് ഒരേപോലെ, പെയിന്റ് ഒരേപോലെ തന്നെ, വീട് ഒരേ മുറി ഒരേപോലെ, അതേ കസേര അതേ മേശൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാറിപ്പോയതൊക്കെ വരുമല്ലോ. സംഭവിച്ചു, അത് സംഭവിച്ചു. എന്തിനീ വെണ്ണ വെച്ച കലത്തിൽ കൈയിട്ടത്? അപ്പൊ ആ സമയത്ത് പറയാണ്, അതെന്താ ചോദിച്ചാലേ, അമ്മ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പാവം യശോദാമ്മയ്ക്ക് ഉറക്കല്ല, ഭക്ഷണം കഴിക്കണില്ല. ചോദിച്ചാൽ പറയും, കൃഷ്ണ ആ വെളുത്ത പശുക്കുട്ടിയെ കാണാനില്ല, നമ്മളെ വെളുപ്പ് പശുക്കുട്ടിയില്ലേ, ആ കാണാനില്ല. ഞാൻ അന്വേഷിച്ചിറങ്ങിയതാണ്. അപ്പൊ പൂണ വഴിക്ക് ഇവിടെ കലത്തില് വെളുത്തും കൊണ്ടൊരു സാധനം കണ്ടപ്പോഴേക്ക് തോന്നി, ഇപ്പൊ ആ പശുക്കുട്ടിയാണോ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുക, പശുക്കുട്ടിയാണോ, അമ്മയുടെ സങ്കടം കണ്ടപ്പോഴേ. അപ്പൊ അങ്ങനെ ഞാൻ ഈ കലത്തിൽ കൈയിട്ടതാ, പശുക്കുട്ടിയാണോ നോക്കാൻ. അപ്പൊ അവര് ചോദിച്ചു, അങ്ങനെ ഉണ്ടാവുക കൃഷ്ണ? വലിയ പശുക്കുട്ടി ചെറിയ കാലത്തിലുണ്ടാവും, വലിയ പശുക്കുട്ടി ചെറിയ കാലത്തില്? കൃഷ്ണൻ പറഞ്ഞു, ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങളൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വന്ന് പൂമോത്തിരുന്ന് അമ്മയോട് പറയാറില്ലേ, എന്ത് കുന്തം പോയാൽ? നിങ്ങളല്ലേ പറയാറില്ലേ, ഇപ്പോ നോക്കിയില്ല എന്ന് വേണ്ട, അപ്പോഴും കുറ്റവർക്ക്. ഇതാണ് അവന്റെ വർത്തമാനം. യശോദ പറഞ്ഞു, എന്നാ കൃഷ്ണൻ എടുക്കാത്ത മട്ടില്ല, ഇരുട്ട് മുറി കൊണ്ടുവച്ചാൽ പോരെ? അവര് പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുവച്ചു ഇരുട്ട് മുറിയിൽ, അവിടെ ആരും പോകില്ല. അങ്ങനത്തെ ഒരു മുറി ചില വീട്ടിലൊക്കെ ഉണ്ടാവും, പഴയ വീടുകളിലൊക്കെ ഇരുട്ട് മുറി ഉണ്ടാവും, ഒന്നുമില്ല, ആരും പോകില്ല, അവിടുത്തെ മുത്തശ്ശി പരിച്ചായി മാത്രമേ പോകുള്ളൂ. അങ്ങനെ ഒരു മുറി കൊണ്ടുവച്ചു. എന്നാലും ആര് ചെല്ലും? കുട്ടികൾ അങ്ങനെ ചെല്ലില്ല, പേടിയാണ്. പക്ഷെ ഈ കുട്ടി ചെല്ലും. ദ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം. ഇയാൾക്ക് വെളിച്ചാവശ്യമില്ലല്ലോ, കഴുത്തിലൊരു രത്നല്ലേ, രാത്രിയെ അത് പ്രകാശിക്കും, ഇരുട്ട് വന്നിട്ട് അങ്ങോട്ട് പ്രകാശിക്കും, സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. മാത്രല്ല സർവജ്ഞനല്ലേ, എല്ലാം അറിയുന്ന ആ ഭഗവാൻ ഇവര് വെച്ച ലേശം വെണ്ണ കണ്ടുപിടിക്കാനാ ബുദ്ധിമുട്ട്. ഇതാണ് അവന്റെ രീതി. വേറൊരു കോപസ്ഥര് പറഞ്ഞു, എന്റെ കാര്യം നിനക്കറിയാലോ, ഞാനും അമ്മായിയമ്മയായിട്ട് അല്ലെങ്കിൽ തന്നെ വലിയ സുഖത്തിലല്ല. കാരണം എന്താ വെച്ചാൽ ഇവള് തടി കൂടി വരുന്നു, അവിടെ വെണ്ണയും പാലും കുറഞ്ഞു വരുന്നു. അപ്പൊ അമ്മായിയമ്മ എന്താ വിചാരിക്കണത്, ഇവളെടുത്ത് കഴിക്കും. ഇവള് കഴിക്കല്ല, കഴിക്കുന്നത് കൃഷ്ണനാ. പക്ഷെ അമ്മായിയമ്മയുടെ ധാരണ ഇവളെടുത്ത് കഴിക്കാനാണ്. അവള് തടി കൂടാൻ കാരണം കഴിച്ചിട്ടല്ല. ചിലട്ട് കഴിക്കണം എന്നൊന്നുമില്ല, വെറുതെ അങ്ങനെ ഇരുന്നാൽ തടി കൂടും. നമ്മൾ തടി കാണുമ്പോൾ വിചാരിക്കും 10-30 ഇഡ്ഡലി കഴിക്കുന്നുണ്ടാവുന്നു, നോക്കുമ്പോൾ 1.5 കഷ്ണം അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. ഒരു ഇഡ്ഡലി കഷ്ണമൊക്കെ കഴിക്കുള്ളൂ, എന്നാലും എന്ത് ചെയ്യും, തടി കൂടി വരും. ചിലർ തിരിച്ചുകൊണ്ട് കുറേ 8-10 കുറ്റി പുട്ടൊക്കെ കഴിച്ചാലും മീറ്ററിൽ കാണിക്കില്ല, അവരും അത്ര നിൽക്കുന്നുണ്ടാവും. കുറെ കഴിച്ചാലും അത് കാണിച്ചോളുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പ്രകൃതാണ്. ഇവളുടെ പ്രകൃതാണ് ഈ തടി കൂടണത്. പക്ഷെ അമ്മയുടെ വിചാരം എന്താ, അമ്മായിയമ്മ വിചാരിക്കണത് ഇവള് വെണ്ണയും പാലും ഒക്കെ എടുത്ത് കഴിക്കുകയെന്നാണ്. ഒരിക്കലും കൃഷ്ണനെ പിടിക്കണം എന്ന് ഇവിടെ തീരുമാനിച്ചു, അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം, ഞാനല്ല കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ഇവളുടെ അമ്മായിയമ്മ കുളിക്കാനായിട്ട് പോയ സമയത്ത് ആര് വന്നു? ആദ്യം ഒരാൾ വന്നു, സ്ഥലമൊക്കെ നോക്കി. അത് കഴിഞ്ഞ് വിസിലടിച്ചാൽ ആര് വരും? ആദ്യം വരില്ല, ആദ്യം വന്ന പ്രശ്നമല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ വരും. അത് കഴിഞ്ഞ് ചുറ്റും നോക്കും, വീടിന്റെ അകത്ത് കയറും. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് ആ അടുക്കളയുടെ വാതിൽ തുറന്നു വെക്കും. വലിയ കള്ളന്മാർ അങ്ങനെയാ, കാരണം പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി അത് നോക്കി വെക്കണ്ടേ. അത് കഴിഞ്ഞ് വന്ന് എവിടെയാണ് വെണ്ണ വെച്ചത്, പാല് വെച്ചത് കണ്ടുപിടിച്ചു, കുറിയിൽ കെട്ടി തൂക്കിയതാ. അപ്പൊ ഒറ്റയ്ക്ക് പറ്റില്ല, ബുദ്ധിമുട്ടാ. മറ്റുള്ള കോപക്കുട്ടളെ വിളിച്ചു, അവരൊക്കെ വന്നു. ഓരോരുത്തരായിട്ട് മുട്ടുകുത്തി നിൽക്കും. അതിന്റെ മുകളിൽ അടുത്താൾ, അതിന്റെ മുകളിൽ അടുത്താൾ, അതിന്റെ മുകളിൽ അടുത്താൾ. ഏറ്റവും മുകളിൽ കൃഷ്ണൻ തന്റെ ഓടക്കുഴ കൊണ്ട് ഒരു അടിയങ്ങട്ട് അടിച്ചു കുറിക്ക്, പാകത്തിനൊരു ദ്വാരം, പുറമേക്ക് പാലിങ്ങനെ സൗകര്യത്തിന് പൈപ്പില് തുറന്നാൽ കിട്ടില്ലേ വെള്ളം, അതുപോലെ അങ്ങനെ പുറമേക്ക് വരുന്നുണ്ട്. അത് വായ തുറന്ന് കള പറഞ്ഞ് കുടിക്കും. തനിക്ക് മതിയായ മാറി കൊടുക്കും, അടുത്തുള്ള ആൾക്ക് കുടിക്കാൻ. ഇങ്ങനെ കൃഷ്ണൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വാതിലങ്ങോട്ട് തുറന്നു. ആ മരുമകള് വാതിലങ്ങോട്ട് തുറന്നു. അപ്പോഴേക്കും താഴത്തുള്ള ആളൊരു ഒറ്റ ഓട്ടാണ്. അയാളുടെ അമ്മയാണ് ഇന്നത്. അയാളെ വീട്ടിൽ തന്നെ കക്കാൻ സഹായിക്കുകയാണ്. അമ്മ വന്നു എന്നും പറഞ്ഞ ഒറ്റ ഓട്ടാണ്. അതോടുകൂടി ബാക്കിയുള്ളവരൊക്കെ പട്ട എന്ന് പറഞ്ഞ താഴത്തേക്ക് ഇങ്ങോട്ട് വീണു. കൃഷ്ണൻ മുകളിലേക്ക് ചാടിയത്. എല്ലാവരും രക്ഷപ്പെട്ടു, കൃഷ്ണൻ മാത്രം കുടുങ്ങി ആ ഉറി പിടിച്ച ആടുകയാണ്. ഇവക്ക് കൃഷ്ണനെ വേണമെന്നേ ഉള്ളൂ, നല്ല കാര്യമായിട്ട് വേണം, കൃഷ്ണനെ വേണമെന്നുണ്ടല്ലോ. ഭഗവാന്റെ കൈ രണ്ടും കൂട്ടിങ്ങോട്ട് പിടിച്ചു, താഴത്ത് ഇറക്കിയിട്ട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്ക്, അമ്മായിമ്മ വരട്ടെ, കാണിച്ചു കൊടുക്കണ്ടേ. കൃഷ്ണൻ മുഖം കൊണ്ടൊക്കെ അങ്ങ് കാണിച്ചു. തൽക്കാലം നീ രണ്ടടിച്ചോ, എന്നാലും സാരമില്ല, ആ മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കല്ലേ. കാരണം മുത്തശ്ശിന് മുന്നിൽ നല്ല പേരാണ്, നല്ല സമ്പ്രദായ കൃഷ്ണൻ ഇട്ടു, മിടുക്കൻ, ഒരു ഉണ്ണി എന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് മുത്തശ്ശി. അതുകൊണ്ട് വെറുതെ എന്തിനാ ചിത്തപ്പേര്, നീ വേണ്ട രണ്ടടിച്ചോ, സാരമില്ല, ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അവള് വിട്ടില്ല എന്ന് ഉറപ്പായപ്പോ എന്ത് ചെയ്തു, വായിലുള്ള പാൽ അവളുടെ മുഖത്തേക്ക് പൂ എന്ന് പറഞ്ഞിട്ട് തുപ്പി. അവളാകെ പാലിലങ്ങോട്ട് കുളിച്ചു. കണ്ണിലൊക്കെ പാല് പോയപ്പോ പിന്നെ കൈ വിട്ടു. കൃഷ്ണനെ ഓടി, വാതിൽ തുറന്ന് ആര് പോയി? കൃഷ്ണൻ പോയി. പിന്നാലെ ഇവളങ്ങോട്ട് ഓടുമ്പോ കൃഷ്ണനെ കാണുന്നില്ല. ആരെ കണ്ടു? അമ്മായിമ്മ കുളി കഴിഞ്ഞ് വരിക. അപ്പോഴാണ് ഇവളിങ്ങനെ പാലിൽ കുളിച്ച് നടക്കണം. അമ്മായിമ്മ പറഞ്ഞു, ഇത്രയും കാലം എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഉള്ളത് പറയാലോ, എനിക്ക് സംശയം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ എനിക്ക് ഉറപ്പായി, ഞാൻ കുളിക്കാൻ പോയാ 10 മിനിറ്റ് നീ
ആ സമയം കണ്ടപ്പോഴേക്കും ഈ വെണ്ണയും പാലും എടുത്ത് കമഴ്ത്തുകയല്ലേ എന്ന് ചോദിച്ച് വീണ്ടും പ്രശ്നമാണ് ഉണ്ടായത്. ഇതാണ് കഥ. ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും കൃഷ്ണനോട് എന്തില്ല, പരാതിയില്ല. ശ്രീശുവർ പറയാണ്, പരീക്ഷത്തെ അങ്ങ് മനസ്സിലായിക്കൊള്ളട്ടെ, ഇവർക്കൊന്നും ദേഷ്യമൊന്നുമില്ലേ. ഒരു ദിവസം എങ്ങാനും കൃഷ്ണൻ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഇവർ കരയും ആ രാത്രി. ഇന്ന് കൃഷ്ണൻ വന്ന് വെണ്ണെടുത്തില്ല, അയ്യോ കൃഷ്ണൻ വന്ന് കക്കണയെന്നുള്ള മട്ടിലാണ് ഇവർ വെണ്ണയൊക്കെ എടുത്തു വെക്കുന്നത് തന്നെ. ഇത്തം സ്ത്രീഭി സഭയ നയന ശ്രീമുഖാലോകിനീഭി. ഇവര് വന്ന് യശോദര പരാതി പറയണത് എന്തിനാ, കൃഷ്ണനെ കാണാൻ വരിക. അപ്പൊ അതങ്ങനെ വരാൻ അവർക്ക് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, പരാതിയായിട്ട് വരികയാണ്. പരാതിയായിട്ട് വന്ന് പരാതി പറയുമ്പോഴും അവരുടെ നോട്ടം കേട്ടാ യശോദയോട് പറയുമെങ്കിലും നോക്കണത് യശോദയുടെ പിന്നില് ആ സാരി പിടിച്ചു നിൽക്കണ കൃഷ്ണനെയാണ് അവർ നോക്കുന്നത്. ഇങ്ങനെ പരാതി പറയുമ്പോൾ, കൃഷ്ണനെ പറ്റി കുറ്റം പറയുമ്പോൾ കൃഷ്ണൻ അവരെ നോക്കിയിട്ട് ചൂണ്ടിയിട്ട് കണ്ണുരുട്ടും, വെച്ചിട്ടുണ്ട്. നീ വന്ന് പരാതി പറയില്ലേ, വെച്ചിട്ടുണ്ട്. നാളെ നിന്റെ വീട്ടിൽ വന്ന് ഇന്നൊരു കലല്ലേ പൊട്ടിച്ചിട്ട് നാളെ 10 കല്ല് ഞാൻ പൊട്ടിക്കും എന്നൊക്കെ കൃഷ്ണൻ പറയുമ്പോഴുള്ള ഭാവം, നവരസങ്ങളും മുഖത്തുനിന്ന് വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തം സ്ത്രീ, ഇങ്ങനെ ഈ സ്ത്രീകൾ വന്ന് യശോദയോട് ഭഗവാനെ പറ്റി പരാതി പറയണത്. ഒരിക്കൽ യശോദയ്ക്കും കാണിച്ചു കൊടുത്തു തന്റെ വികൃതി. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണ്ണ് തന്നു. കുട്ടികൾ വന്ന് പറഞ്ഞു കൃഷ്ണൻ മണ്ണ് തന്നു. അമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഇവിടെ ധാരാളം വെണ്ണയും പാലൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കുന്നുണ്ട്, അതും പോരായിട്ട് കട്ടു തിന്നുന്നുണ്ട്, അതും പോരായിട്ട് മണ്ണ് തിന്നി. ഒരു മയിൽപ്പീലിയായിട്ട് പിന്നാലെ ചെന്നു, കൈ കൂട്ടിപ്പിടിച്ചു. കസ്മാൻ മൃതമതാന്താത്മൻ, എടാ അഹങ്കാരി, എന്തിനാ മണ്ണ് കഴിച്ചത്? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലെങ്കിൽ വായ ഉറപ്പ് കാണട്ടെ, സത്യമാണോ നോക്കട്ടെ. അമ്മയ്ക്ക് വിശ്വാസമില്ലേ, ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ മടിക്കേണ്ട, വായ തുറന്നൂടെ? വായ അങ്ങോട്ട് തുറന്നു, കണ്ടോട്ടെ വിചാരിച്ചു. എന്ത് മണ്ണ് കണ്ടോട്ടെ, അമ്മയ്ക്ക് കാണണം അത്ര, എന്റെ വായിൽ മണ്ണുണ്ടോന്ന് കാണണം, എന്നാ അത് കണ്ടോട്ടെ എന്ന് കരുതി ഭഗവാൻ വായ അങ്ങോട്ട് തുറന്നു. അധികം മണ്ണ് കാണണമെന്ന് മോഹിച്ചില്ല. 2 തരി മണ്ണ് കുറച്ച് കുറച്ച് കാണണമെന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ 14 ലോകങ്ങളിലെയും മണ്ണ് ഭഗവാൻ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ അമ്മേ പുരുഷ ഏവ ഇതം സർവം യദ്ഭൂതം യച്ഛഭവ്യം, ഇതൊക്കെ ഞാൻ തന്നെയാണ്. ഈ കാണുന്ന ബ്രഹ്മാണ്ടം വിശ്വം വിഷ്ണു, ഭൂലോകം ഭുവർലോകം സുവർലോകം ജഡർലോകം മഹർലോകം തപോലോകം സത്യലോകം അതലം വിതലം സുതലം രസാതലം മഹാതലം തരാതലം പാതാളം ഭൂമി, അതിലെ ഗോകുലം, അതിലെ യശോദ, മുന്നിലെ കൃഷ്ണൻ വായ തുറന്ന് നിൽക്കുന്നു, ഗ്രഹങ്ങള് നക്ഷത്രങ്ങള് ഒക്കെ ആര് കണ്ടു? തന്റെ മകൻ ഈശ്വരനാണെന്ന് കാണിച്ചു കൊടുത്തതാ. യശോദയ്ക്ക് ഒരു നിമിഷം അത് ബുദ്ധിയായി. പക്ഷെ ഭഗവാന്റെ മായ അതിന് നേരം നീണ്ടു നിന്നില്ല. യശോദ ബോധം കെട്ട് വീണു. രോഹിണി, കൃഷ്ണന്റെ വായിൽ ഞാൻ ലോകം മുഴുവൻ കണ്ടു എന്നും പറഞ്ഞ ആര് വീണു? യശോദ വീണു. അപ്പോഴേക്ക് രോഹിണി ഓടി വന്നു. കൃഷ്ണന്റെ വായിൽ ലോകം, എന്നാ അമ്മയൊന്ന് കാണട്ടെ, വായ തുറക്കോ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണൻ തുറക്കണില്ല. അവസാനം ആ വരന്റെ അടുത്ത് ആ പല്ലിന്റെ ഇടയിൽ കൂടെയൊക്കെ തുറക്കാൻ നോക്കിയ സമയത്ത് കൃഷ്ണൻ ഒരു കടിയും കണ്ടു കൊടുത്തു. രോഹിണിയും പറഞ്ഞു, ഞാനും കണ്ട് യശോദ ലോകം മുഴുവൻ. വ്യത്യാസമുണ്ടേ, 2 ലേശം വ്യത്യാസമുണ്ട്. അങ്ങനെ 2 പേർക്കും പലതരത്തിൽ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ചു. ഒരിക്കൽ നല്ലോണം തന്റെ ആ മഹത്വം വികൃതി കാണിച്ചു കൊടുത്തു. അമ്മയ്ക്കൊരു വലിയൊരു ഭാഗ്യം. ഈ കൃഷ്ണനെ കെട്ടിടാനുള്ള ഭാഗ്യം ആർക്കുണ്ടായി? യശോദയ്ക്ക്. ഉപനിഷദർത്ഥം ഉലൂഖലേ നിബദ്ധം, വില്ലമംഗലം പറയും. ഇതുപോലെ ഉപനിഷദർത്ഥമായ പരബ്രഹ്മത്തെ യോഗീശ്വരന്മാർക്ക് ഹൃദയത്തിൽ വെക്കാൻ പറ്റണില്ല. ആ പരബ്രഹ്മത്തെ ഒരു ഇടയപ്പെണ്ണ്, സ്കൂളിൽ പോയിട്ടൊന്നുമില്ല, പഠിപ്പൊന്നുമില്ല, അങ്ങനത്തുള്ള ഇടയപ്പെണ്ണ് ഒരു ഒരലിന്റെ മോൾ അങ്ങോട്ട് കെട്ടിയിട്ട് വരെ ഈ പരബ്രഹ്മത്തെ എങ്ങനെയത് അത് വർണ്ണിക്കുകയാണ്. ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. രാവിലെ വളരെ നേരത്തെ നീക്കും യശോദ. നേരത്തെ നീറ്റ് കുളിച്ച് ഒരുങ്ങി ധാരാളം വളകളണിയും. ഉത്തരേന്ത്യ പോയ കാണാം, അവർക്ക് മേക്കപ്പ് കുറച്ച് കൂടും. വലിയ പൊട്ട് തൊട്ട് കഴുത്തിൽ കുറേ മാലകൾ ചാർത്തി, കയ്യിൽ മുട്ടുവരെ വളകൾ, നല്ല പളവള മിന്നുന്ന പട്ടുസാരിയൊക്കെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, തൈര് കടയണത്. ഇവിടെ ശ്രീശുവർ പറയാണ്, ഇത്ര നേരം ആ ഭഗവാനെ ധ്യാനിച്ചില്ലേ, ഇനിയിപ്പം ഭാഗ്യവതിയായിട്ടുള്ള അമ്മയൊന്ന് ധ്യാനിച്ചാലോ? വേണ്ടേ? വേണം. ക്ഷൗമം വാസഹ പൃഥുകടിതടയ ബിഭ്രതീയ സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുചയുഗം ജാതകമ്പം ച സുഭ്രൂ രജ്ജുവാകർഷശ്രമ ഭുജചലത് കങ്കണൗ കുണ്ടലേച സ്വിന്നം വക്ത്രം കബരവികളൻ മാലതീ നിർമ്മമന്ഥ. നല്ല സാരി ഉടുത്ത്, വലിയ ശരീരമാണ് ഈ യശോദയ്ക്ക്. വലിയ കുണ്ടലങ്ങളാണ്, ചെവിയിൽ വലിയ കമ്മലാണ് അണിയുക, വലിയ പൊട്ടൊക്കെ തൊട്ട് അവൾ അങ്ങനെ തൈര് കടയണ സമയത്ത് എന്താ ഭാവം? ഭഗവാനെ തന്നെ ഓർത്ത് ഭഗവാന്റെ ലീലകളൊക്കെ മനസ്സിൽ കണ്ടത് പാട്ടാക്കി കീർത്തനം പാടിക്കൊണ്ടാണ് തൈര് കടയണത്. താളം പിടിക്കും. തലങ്ങനെ ഇളക്കുന്ന സമയത്ത് ആ കമ്മലാടി അതിന്റെ ശബ്ദം, കയ്യിലുള്ള വളകളുടെ ശബ്ദത്തിൽ കേട്ടിട്ടാണ് ഭഗവാൻ എഴുന്നേൽക്കുക. തലേ ദിവസം നല്ലപോലെ കൗബീനൊക്കെ അണിയിച്ച് നല്ല ഭംഗിയിൽ കണ്ണൊക്കെ എഴുതി പൊട്ടുകുത്തി മയിൽപ്പീലിയൊക്കെ തിരികി അത് മുല്ലമാല കൊണ്ട് കെട്ടി വൃത്തിയാക്കിയിട്ടൊക്കെ കിടത്തി ഉറക്കിയത് രാവിലെ ആകുമ്പോഴേക്കൊക്കെ ഒക്കെ തീരുമാനമായിട്ടുണ്ടാവും. കണ്ണൊക്കെ കൺമഷിയൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ എന്നാലും അമ്മയ്ക്ക് വിഷമം ഉണ്ടാകാൻ കരുതിയിട്ട് ആ പീലി എടുത്ത്
എവിടെയെങ്കിലുമൊക്കെ വെക്കും. ഇത് നിൽക്കണില്ല. അവസാനം കൗബീനും ഊരി അതുകൊണ്ട് കെട്ടി. ഇനി അമ്മയ്ക്ക് വിഷമമാവണ്ട, നേരെ ഇല്ല പറയണ്ട കരുതി എങ്ങനെയൊക്കെയോ ഭഗവാൻ അങ്ങനെ ഇറങ്ങി വരും. ഈ പാട്ട് കേട്ട് വരികയാണ്. ഇവിടുന്ന് അമ്മ തൈര് കടയണത് എവിടെയുള്ളത് എന്നുള്ള മട്ടിൽ ഭഗവാൻ മെല്ലെ 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 വന്ന് ആ കുറച്ചൊരു ഉറക്കക്ഷീണമുണ്ട്. അമ്മയെ കണ്ടതും വേഗത്തിൽ അങ്ങോട്ട് ഓടി ആ പിന്നില് കയ്യം കണ്ടിട്ട് ആ പുറത്തോട് ചേർന്ന് അങ്ങനെ കിടക്കും. കൃഷ്ണൻ വന്നു എന്ന് അറിയുമ്പോൾ ആ ഭഗവാൻ അങ്ങോട്ട് വാരിയെടുത്ത് മടിയിൽ വെച്ച് പാല് കൊടുക്കും. പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൈര് കടയാൻ നോക്കുമ്പോൾ ഭഗവാൻ കൈ പിടിക്കും. അതാണ് ഉടുപ്പി കൃഷ്ണൻ. മതിയമ്മേ, ഇനി കൈ കടയൊന്നും വേണ്ട. എന്നെ കിട്ടാനാണ് ഇവിടെ എല്ലാ കർമ്മം ചെയ്യുന്നത്. എന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടൊരു ഭാഗത്തിരുന്ന് എന്നെ അനുഭവിക്കുക. അതാ മുഖ്യം. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഭാഗവതം കേൾക്കാനാ. എന്താണ് ആയിരുന്നു നമ്മളെ ഈ ഓട്ടം മുഴുവൻ ഭാഗവതം കേൾക്കാനായിരുന്നു. ഇത് കേൾക്കാനിരിക്കുമ്പോഴും ഇവിടുന്ന് എണീറ്റ് ഓടുക പറഞ്ഞാൽ ഭഗവാനെ കൈ കിട്ടിയിട്ടും ഭഗവാനെ വിട്ടിട്ട് ഓടിയാന്താണ്ടാവുക. അമ്മ ഓടി പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഓർത്തു, അയ്യോ 10 ലിറ്റർ പാലകത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആരോടി? അമ്മ അങ്ങോട്ട് അകത്തേക്ക് ഓടി. കൃഷ്ണൻ അവിടെ അങ്ങോട്ട് വെച്ചിട്ട് ഭഗവാൻ അങ്ങോട്ട് തോന്നി കഷ്ടം, യോഗീശ്വരന്മാർക്ക് എന്നെ കിട്ടുന്നില്ല. ഞാൻ അവിടെ നിന്നും പോവാണ്ട ഈ അമ്മയുടെ അടുത്ത് വന്നപ്പോ അമ്മ എന്നെ അവിടെ ഇട്ടിട്ട് അകത്തേക്ക് പോയില്ല. അമ്മയ്ക്ക് എന്നെക്കാൾ വലുത് 10 ലിറ്റർ പാല, അതാ വലുത്. അവിടത്തെപ്പോഴേക്കും പാല് പതഞ്ഞത് പോയി. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് മുഴുവൻ ആരും ലേറ്റാക്കി. ഇത്രയും നേരമായിട്ട് ആ കടഞ്ഞു വെച്ചതൊക്കെ ഭഗവാന് തൈർക്കലൊക്കെ പൊട്ടിച്ചു. തൈരിൽ കുറച്ചു നേരം ചാടിക്കളിച്ചു. കുറച്ച് വെണ്ണ കയ്യിലെടുത്തു. 4 ഭാഗത്ത് വാതിലുണ്ട്. 4 ഭാഗത്തേക്ക് നടന്നു. അമ്മയ്ക്ക് ഏത് വഴിയാ പോയത് മനസ്സിലാവണ്ട, കാൽപ്പാട് നോക്കി വന്നാലേ. അങ്ങനെ വെണ്ണെടുത്ത് അങ്ങോട്ട് ഓടി കുറച്ചു ദൂരം. പിന്നെ തിരിച്ചും കട്ടണ വന്നു. നാവകച്ഛൻ അതിഷ്ഠൻ. എന്തേ ഓടിയത്? ഇവിടെ നിന്നാ തല്ല് കിട്ടുവേ, അതുകൊണ്ട് ഓടി. പിന്നെ ഇത് തിരിച്ചു വന്നത് അല്ല, എങ്ങോട്ടാ പോവാൻ? ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ കട്ടണ വരണ്ടേ, എനിക്ക് വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. പിന്നെ എന്തോന്ന് ആലോചിച്ചു ഓടി. അതെന്താ കാരണം? അല്ല, അതെന്താ വെച്ചാൽ അടുത്ത വീട്ടിൽ പോയിട്ട് ഗോപസ്ത്രീയെ വിളിച്ചാലോ ശുപാർശ പറയാൻ. അവള് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അമ്മ അടിക്കുന്നതിന് ശക്തി കുറയും. അവളോട് സഹായം ചോദിക്കാൻ വേണ്ടി പോയതാ. പിന്നെ എന്തോ ആലോചിച്ച് തിരിച്ചും കട്ടണ വന്നു. അതെന്തേ കാരണം? അത് വേണ്ട, അവളെ വിളിച്ചാൽ ബുദ്ധിമുട്ടാ. കാരണം ഇന്നലെ അവിടെ പോയിട്ടാ കട്ടത്. അവളോട് എത്തി അത് പറയും ആദ്യം. അത് ചേർത്ത് അധികം കിട്ടും തല്ല്. നാവകച്ഛൻ അതിഷ്ഠൻ. ഓടുന്നു, തിരിച്ചു വരുന്നു. അവസാനം ഭഗവാൻ പുറത്തേക്ക് ഓടി. അമ്മ എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങോട്ട് ഓടി. ഗോപസ്ത്രീകളൊക്കെ പിന്നെ TV ഒക്കെ ഓഫാക്കി ഇത് നോക്കിയിരിക്കുകയാണ്. പിന്നാലെ യശോദ. കൃഷ്ണൻ അങ്ങനെ ഓടുന്നു, പിന്നാലെ യശോദ. എത്രയായാലും കൃഷ്ണൻ ഓടുന്നത് പോലെ ഓടാൻ യശോദയ്ക്ക് സാധിക്കും? ആയിരക്കണക്കിന് പശുക്കൾ വരിക്ക് നിൽക്കുമ്പോൾ 4 കാലിന്റെ ഇടയിൽ കൂടെ ആരോടും? കൃഷ്ണൻ അങ്ങോട്ട് ഓടും, യശോദയ്ക്ക് പറ്റും. യശോദ ഹൈവേ കൂടെ വരുമ്പോൾ കൃഷ്ണൻ ബൈപ്പാസ് കൂടെ അങ്ങോട്ട് പോകും. പിന്നാലെ ഓടി 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 പാവം യശോദ അങ്ങനെ ക്ഷീണിക്കുകയാണ്. ഇത് കണ്ട് മറ്റുള്ള ഗോപികൾ നോക്കി നിൽക്കുന്നു. പിന്നെ കൃഷ്ണനെ കാണാനില്ല. ഓരോ ദിക്കിലും പോയിട്ട് യശോദ അന്വേഷിക്കുകയാണ്. കൃഷ്ണ വടക്ക് ഭാഗത്ത് പോയിട്ട് ആ ഒരലെടുത്ത് അതിന്റെ ആ നടുക്കുള്ള കുഴിയിൽ വെണ്ണം വെച്ച് ലേശം താൻ കഴിക്കും. പിന്നെ അവിടെ ഉള്ള കുരങ്ങനൊക്കെ കൊടുക്കും, കുരങ്ങനെ പൂച്ചയ്ക്കൊക്കെ. എന്താ കുരങ്ങനോട് ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചാൽ, പണ്ട് ആ രാമായണ കാലത്തെ സീതയെ അന്വേഷിക്കാൻ ആരെ ഉണ്ടായത് കൂടെ? നിങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, കഴിക്കടോ, നല്ലോണം കഴിക്കും പറഞ്ഞ അങ്ങനെ ഭഗവാൻ വാനരന്മാർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. മർക്കായ അങ്ങനെ കുരങ്ങന്മാർക്കൊക്കെ ധാരാളം കൊടുക്കുന്നു. ചൗര്യ വിശങ്കിതേക്ഷണം. ഇടയ്ക്കിടയ്ക്ക് കള്ളനോട്ടം പിന്നിലേക്ക്. കാരണം അമ്മ വരുമോ, കുറെ ഒപ്പിച്ചിട്ടുണ്ടേ, മിക്കവാറും അമ്മ വന്ന് പിടിച്ചാൽ തല്ല് കിട്ടും എന്നുള്ള മട്ടിൽ, അമ്മ വരുന്നുണ്ടോ എന്നുള്ള മട്ടിൽ പിന്നിലേക്ക് നോക്കുന്നു. അപ്പോഴേക്ക് ആര് കണ്ടു? ഇത് അമ്മ കണ്ടു. ഓടി വന്നു, കൃഷ്ണനെ അങ്ങോട്ട് പിടിച്ചു, ഒരനോട് ചേർത്തങ്ങോട്ട് വെച്ചു. ഒരു പാഠം പഠിപ്പിക്കണം കൃഷ്ണനെ. ഒന്ന് കെട്ടിയിടണമെന്ന് ആര് വിചാരിച്ചു? അമ്മ വിചാരിച്ചു. അടുത്തുള്ള ഗോപസ്ത്രീയോട് പറഞ്ഞു, നീ പോയിട്ട് ആ കയറെടുത്ത് കൊണ്ടുവരും, ഇവനെ ഒന്ന് കെട്ടിടാന്ന് ഉദ്ദേശിക്കുകയാണ്. അവർക്കും കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അവരും വേഗം പോയിട്ട് എന്ത് ചെയ്തു, ഒരു കയറ് കൊണ്ടു കൊടുത്തു. അത് കൂട്ടി കെട്ടാനായിട്ട് പുറപ്പെട്ട സമയത്ത് എത്തണില്ല. 2 വിരലിന്റെ കുറവ്, ഇങ്ങോട്ട് എത്തണില്ല. എന്താ എത്താത്തത്? വലിയ കയറായിരുന്നല്ലോ. പോയിട്ട് വേറൊരു വലിയ കയറെടുത്തുകൊണ്ട് വരും. കുറയണ്ട, വലിയ വലിയ കയറണി ആയിക്കോട്ടെ. അവിടെ ഇനി നീളം കുറയണ്ട കരുതി ആ വെള്ളം കോരുന്ന കയറുണ്ടല്ലോ, എത്തിയില്ല പറയണ്ട, അതന്നെ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു. അത് വെച്ച് കെട്ടാൻ നോക്കുമ്പോൾ എത്തണില്ല. ചുരുക്കം പറയാ, അവിടെയുള്ള ഗോപസ്ത്രീകളൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് കയറ് കൊണ്ടു കൊടുത്തു. അതൊക്കെ കൂട്ടിച്ചേർത്ത് കെട്ടാൻ പുറപ്പെടുമ്പോഴും സാധിക്കുന്നില്ല. എന്തുകൊണ്ടല്ലോ എന്നാണ്. 2 വിരലിന്റെ കുറവ് എപ്പോഴും. അതും കൂടി കെട്ടാൻ പറ്റും തോന്നും, പക്ഷെ എത്തണില്ല. ഏതാ ഈ 2 വിരലിന്റെ കുറവ്? ഞാൻ എന്റെ എന്താണ് അഹന്ത മമത. ഞാൻ കെട്ടു. ആരെ? ഭഗവാനെ ഞാൻ കെട്ടു. എന്റെ കൃഷ്ണനാണ്, ഞാൻ കെട്ടു. സാധിക്കില്ല. ആ വിചാരം ഉണ്ടെങ്കിൽ ഒരാൾക്കും ഭഗവാനെ കിട്ടില്ല. നേരെ മറിച്ച്, എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ, എന്താണ് എനിക്ക് പറ്റണില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഭഗവാന്റെ കൃപ കൊണ്ട് കെട്ടാൻ പറ്റും. ഞാൻ എന്റേത് വിചാരിച്ചു, അമ്മയ്ക്ക് സാധിച്ചില്ല. അവസാനം കണ്ണിന്ന് വെള്ളം അങ്ങോട്ട് വരാൻ തുടങ്ങി, കണ്ണീര് വരാൻ തുടങ്ങി. എന്റെ ഉണ്ണിയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഉണ്ണിയെ കെട്ടാൻ എനിക്ക് പറ്റണില്ലല്ലോ. ചെവിയിൽ വന്ന് പറയാണ്, കൃഷ്ണ ഞാൻ നിന്റെ അമ്മയാണേ എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാന്റെ മനസ്സങ്ങോട്ട് അരിഞ്ഞു. മറ്റുള്ള ഗോപികളൊക്കെ തന്റെ അമ്മയെ പരിഹസിക്കുന്നുണ്ടോ എന്ന് സംശയം. വേണ്ട, അത് വേണ്ട, കെട്ടിക്കോട്ടെ.
കൃപയാസീത് സ്വബന്ധനേ. തന്റെ അമ്മ കെട്ടിക്കോട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചപ്പോഴോ ആദ്യം കൊണ്ടുവന്ന കയറ് മുഴുവൻ വേണ്ടി വന്നില്ല. സുഖമായിട്ട് ആർക്ക് കെട്ടാൻ പറ്റി? അമ്മയ്ക്ക് കെട്ടാൻ പറ്റി. അങ്ങനെ അമ്മയുടെ മുന്നിൽ നിന്ന് കൊടുത്തു കെട്ടാൻ പാകത്തിന്. അമ്മ കെട്ടിയൊന്നും പറയാൻ വയ്യ, ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അത്രയേ ഉള്ളൂ. ഏതുപോലെ തന്നെ കെട്ടാനുള്ള ചങ്ങല പാപ്പാന് ആനെടുത്ത് കൊടുക്കുന്നത് പോലെ. എന്താണ്? തന്നെ കെട്ടാനുള്ള ചങ്ങല തുമ്പികയോടെടുത്ത് കൊടുക്കുകയാണ് ആര്? ആന തന്നെ പാപ്പാന്. പാപ്പാനെടുക്കാൻ വയ്യ, പാപ്പ നല്ല പൂസ. അയാൾ ചങ്ങല എടുക്കാൻ പുറപ്പെട്ട അയാൾ വീഴും, പിന്നെ അയാളെടുക്കാൻ വേറെ ആള് വരേണ്ടി വരും. തന്നെ കെട്ടുണ്ടാവാൻ നിശ്ചണ്ട് ഭഗവാൻ ഈ ആനയ്ക്ക്. എന്നാലെന്ത് ചെയ്യും? പാപ്പാനോടുള്ള സ്നേഹം കൊണ്ട്, പാപ്പാനോടുള്ള ഒരു ബന്ധം കൊണ്ട്, സ്നേഹം കൊണ്ട് തന്നെ കെട്ടാനുള്ള ചങ്ങല എടുത്തു കൊടുക്കുകയാണ്. ഇതുപോലെ ആ അമ്മയോടുള്ള സ്നേഹം കൊണ്ട്, കൃപ കൊണ്ട്, അമ്മയുടെ കേമത്വം കൊണ്ടല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ കൃഷ്ണനെ കെട്ടാൻ സാധിച്ചു. നിന്റെ വികൃതി ഒന്ന് കുറയട്ടെ, കുറച്ച് അടുക്കള പണിയുണ്ട്, ഞാൻ പോയി വരാമെന്നും പറഞ്ഞ ആര് പോയി? അമ്മ അങ്ങോട്ട് പോയി. ഗോപസ്ത്രീകളൊക്കെ അടുത്ത് വന്നത് ഈ ഒരു പാഠം പഠിച്ചില്ല, അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് അവരും പോയി. കുട്ടികൾക്ക് ആകെ സങ്കടമായി. കൂട്ടുകാരൊക്കെ, ഭഗവാന്റെ കൂട്ടുകാരൊക്കെ അടുത്ത് വന്ന് ചോദിച്ചു, കൃഷ്ണൻ ഇന്നിപ്പം കളിയൊന്നും നടക്കില്ലേ, നമ്മൾ എന്ത് ചെയ്യും? കൃഷ്ണൻ പറഞ്ഞു, കളിയൊന്നും മുടക്കണ്ട എന്ന് പറഞ്ഞ ആ ഒരെല്ലാം തട്ടിയിട്ടു. ഞാൻ ആനയാണ്, തടി വലിച്ച് നടക്കുക, കൃഷ്ണൻകുട്ടി ആന എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ പൊന്നിച്ച് തുമ്പിക്കൈയാണെന്നൊക്കെ പറഞ്ഞ് ശബ്ദമൊക്കെ ഉണ്ടാക്കി ഭഗവാൻ അങ്ങനെ മുട്ടുകുത്തി നടക്കും. കുട്ടികൾ അവിടുന്ന് വലിയ കമ്പൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നു. പാപ്പാന, ഒന്നാം പാപ്പാൻ, രണ്ടാം പാപ്പാൻ എന്നൊക്കെ പറഞ്ഞ അവര് ഇടത്താനെ വലത്താനെ പറഞ്ഞ് കൃഷ്ണനെ കളിപ്പിക്കുകയാണ്. ഏതാ സന്ദർഭം വെച്ചാൽ അത് ആസ്വദിക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ള പാഠം. കേട്ടിട്ടാൽ അത് ആസ്വദിക്കുക, ഒരല് കൂടെ ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കുക. എവിടെയാ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ അത് ആസ്വദിച്ചും കൊണ്ട് കഴിയുക. അതല്ലാതെ അവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളിപ്പോ അതാ ചെയ്യണത്, സാഹചര്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഭഗവാന്റെ സാഹചര്യം ഇപ്പൊ എങ്ങനെയാ? അത് കളിയാക്കി, അത് ഭംഗിയാക്കി അങ്ങോട്ട് ആസ്വദിച്ചു. അങ്ങനെ ഭഗവാൻ സഞ്ചരിക്കുമ്പോഴാണ് ദൂരത്തായിട്ടൊരു കാഴ്ച കണ്ടു. രണ്ട് മരങ്ങൾ, അതങ്ങനെ വിളിക്കുന്നുണ്ട്. രണ്ട് മരങ്ങളും തലകൊണ്ട് ഇങ്ങനെ വിളിക്കുക. കാറ്റടിക്കുമ്പോഴേ ഇങ്ങനെ വിളിക്കും, കൃഷ്ണ ഒന്ന് വന്ന് തൊടു ഞങ്ങളെ, ഒന്ന് വന്ന് തൊടു. ആരാ അവര്? നളകൂബരനും മണിഗ്രീവനുമാണ്, കുബേരന്റെ മക്കളാ. നാരദരുടെ ശാപം കൊണ്ട് ഇങ്ങനെയായതാ. നല്ല ജന്മം കിട്ടി, പക്ഷെ വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല. നമുക്കുള്ള പാഠമാണ്. നല്ല ജന്മം കിട്ടി, വേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ആവും. നളകൂബരനും മണിഗ്രീവനും കുബേരന്റെ മക്കളാണ്. കുബേരൻ വലിയ ശിവഭക്തനാണ്. അദ്ദേഹം നാമം ജപിക്കും, കൈലാസത്തിൽ പോവും, ഒക്കെ ഉണ്ട്, നല്ല ഭക്തിയൊക്കെ ഉണ്ട്. പക്ഷെ ജന്മനാ പണക്കാരായതുകൊണ്ട് ഈ കുബേരന്റെ മക്കൾക്ക് ഭക്തിയൊന്നും ഉണ്ടായില്ല. അവരാ കാശൊക്കെ ദൂർത്തരിച്ച് കളയും. മദ്യം കുടിച്ചും കൊണ്ട് ആ ഗംഗാ നദിയിൽ മുങ്ങി സ്ത്രീകളുടെ കൂടെ സല്ലപിച്ചും കൊണ്ട് അങ്ങനെ കഴിയുന്നതാര് കണ്ടു? നാരദ മഹർഷി കണ്ടു. മഹർഷിക്ക് സങ്കടം തോന്നി. തൊട്ടടുത്ത കൈലാസം, ഒന്ന് പോയിക്കൂടെ? ഇതുവരെയും പോയിട്ടില്ല. എന്ത് കൈലാസം, എന്ത് മഹാദേവൻ? പിന്നെ മഹാദേവന്റെ കാരുണ്യം കൊണ്ടൊന്നുമല്ല, അച്ഛന്റെ കാശ് കൊണ്ടാണ്. അച്ഛന് കാശ് കൊടുത്തതാരാ? അച്ഛന് കാശ് കൊടുത്തു മഹാദേവൻ തന്റെ സർവസ്വവും തന്റെ ഭക്തനായ കുബേരന് കൊടുത്തതാ. പക്ഷെ ആ ശിവനെ ബന്ധിക്കാതെ ഇങ്ങനെ കഴിയുന്നത് കണ്ടപ്പം നാരദർക്ക് സങ്കടം തോന്നി. അദ്ദേഹം ശപിച്ചു, ഇവര് മരങ്ങളായിട്ട് പോട്ടെ. അങ്ങനെയാണ് നളകൂബര മണിഗ്രീവന്മാര് ഈ വൃന്ദാവനത്തില്, ഗോകുലത്തില് ഭഗവാന്റെ മുറ്റത്ത് മരങ്ങളായത്. അത് ശാപം കിട്ടും, അനുഗ്രഹം. എന്താണ്? നാരദര് ശപിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം വൃന്ദാവനത്തില്, ഗോകുലത്തില് ഭഗവാന്റെ മുറ്റത്ത് മരങ്ങളാവട്ടെ പറഞ്ഞാൽ അത് ശാപമാണ്. അത് ശാപമല്ല. ഇനി ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, ആ ഗോകുലത്തിൽ ഒരു പുല്ലായിട്ട് ജനിക്കാൻ സാധിച്ചാൽ അത് വലിയ ഭാഗ്യമായിട്ട് അടിയാൻ കണക്കാക്കുന്ന ബ്രഹ്മാവ് പറയുമ്പോൾ ഇവിടെ നാരദരുടെ കാരുണ്യം കൊണ്ട് വലിയ യോഗ്യതൊന്നും ഇല്ലാത്ത ഈ നളകൂബര മണിഗ്രീവന്മാർക്ക് അത് സാധിച്ചു. ഭഗവാന്റെ ലീലകൾ കണ്ടും കൊണ്ട് ആ മുറ്റത്ത് നിൽക്കാൻ പറ്റി. നാരദരുടെ വാക്ക് സത്യമാക്കണ്ടേ? ഭഗവാൻ തൊട്ടാ മുക്തി കിട്ടുന്ന പറഞ്ഞത്. അതുകൊണ്ട് തന്റെ നാമം സദാ ജപിക്കുന്ന നാരദർ പറഞ്ഞത് സത്യമാക്കണം എന്ന് കരുതി ഭഗവാൻ ആ നളകൂബര മണിഗ്രീവന്മാർക്ക് മുക്തി കൊടുക്കണം തീരുമാനിച്ചു. പക്ഷെ കൂടെ കുട്ടികളുള്ളത് കൊണ്ട് ഇനി അവരെ കാണണ്ട, ഒന്ന് മാറ്റാം. ആനയ്ക്ക് നല്ല വിശപ്പുണ്ട്, കരിമ്പ് കിട്ടുക എന്നൊക്കെ ചോദിച്ചപ്പോൾ അവര് കരിമ്പ് പിടിക്കാൻ വേണ്ടി പോയതാ. ഇത് നല്ല സമയം കണക്കാക്കി ഭഗവാൻ വേഗം മുട്ടുകുത്തിപ്പോയി. ആ രണ്ട് മരങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് സഞ്ചരിച്ചു. രണ്ട് മരങ്ങളും തൊട്ടു, അതങ്ങോട്ട് മറഞ്ഞു വീണു. രണ്ട് ദിവ്യപുരുഷന്മാരുണ്ടായി. അവര് ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. മനോഹരമായിട്ടുള്ള സ്തുതി. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ചിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂനാം വാണീ ഗുണാനുകഥനേ. നല്ലൊരു നാവ് ഭഗവാനെ അടിയനുണ്ടായിരുന്നു, ഞങ്ങൾക്കുണ്ടായിരുന്നു നാവ്. പക്ഷെ ആ നാവ് കൊണ്ട് ലോകവർത്തമാനം പറഞ്ഞു നടന്നു. രണ്ട് ചെവികളുണ്ടായിരുന്നു, ഈശ്വര കഥകൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ കേട്ട് നടന്നു. രണ്ട് കൈകളുണ്ടായിരുന്നു, അങ്ങയെ ആരാധിച്ചില്ല, മറ്റ് വേണ്ടാത്ത കർമ്മങ്ങൾ കാണിച്ചു നടന്നു. രണ്ട് കണ്ണുകളുണ്ടായിരുന്നു, അങ്ങയെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ലോക വിഷയങ്ങളൊക്കെ കണ്ടു നടന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഇനി ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, അതിന് പരിഹാരമായി കൊണ്ട് ഇനി എന്ത് വേണം? വാണീ ഗുണാനുകഥനേ.
ഈ ചെവികളെ കൊണ്ട് അങ്ങയുടെ കഥകൾ കേൾക്കാൻ സാധിക്കണേ. ശ്രവണവും കഥായാം, നാവ് കൊണ്ട് വാണി ഗുണ അനുകഥ, നാവ് കൊണ്ട് അങ്ങയുടെ ഗുണങ്ങൾ പാടാൻ സാധിക്കണേ. ശ്രവണവും കഥായാം ഹസ്തൗച കർമ്മസു മനസ്തവ പാദയോർനഹ, കൈകളെ കൊണ്ട് അങ്ങേക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണേ. ഈ കണ്ണുകൊണ്ട് അങ്ങയെ കാണാൻ സാധിക്കണമെന്നാ പറയേണ്ടത്. പക്ഷെ അവിടെ മാത്രം ഒന്ന് മാറ്റി പറഞ്ഞു. എന്താ പറഞ്ഞത്? ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം, ഈ കണ്ണുകൊണ്ട് സജ്ജനങ്ങളെ കാണാൻ സാധിക്കണേ, നാരദാതി ഋഷീശ്വരന്മാരെ കാണാൻ സാധിക്കണേ. കാരണം ഞങ്ങൾ അങ്ങനെ നാരദരെ കണ്ടതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ഭാഗ്യം ഉണ്ടായത്. അതുകൊണ്ട് ഭക്തനും ഭഗവാനും വേറെ ഞങ്ങൾക്ക് തോന്നുന്നില്ല, രണ്ടും ഒരുപോലെ തന്നെ. അതുകൊണ്ട് ഇനിയും ഭക്തന്മാരെ കാണാൻ സാധിക്കണേ. അങ്ങനെ അങ്ങ് അനുഗ്രഹിക്കില്ലേ എന്ന് പറഞ്ഞ രണ്ടുപേരും ഭഗവാന്റെ കാലുകൾ അങ്ങോട്ട് വീണു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു, അവരെ കെട്ടിൽ നിന്ന് മോചിപ്പിച്ചു. പക്ഷെ അവര് ഭഗവാന്റെ കെട്ട് അഴിച്ചു കൊടുത്തിട്ടില്ല. എന്താണ് കാരണം? അവർക്ക് മനസ്സിലായത് ഈ കെട്ടിൽപ്പെട്ട ഭഗവാൻ തങ്ങളുടെ കെട്ട് അഴിച്ചു ചെന്താർത്ഥം. ഭഗവാൻ ഏത് കെട്ടിൽപ്പെടാൻ? ആർക്ക് ഭഗവാനെ കെട്ടാൻ പറ്റും? അപ്പൊ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നതോ അത് അമ്മയ്ക്ക് വേണ്ടി അമ്മ വിചാരിച്ചോട്ടെ കെട്ടിയെന്നാണ്. ആ കെട്ടിൽ പെട്ടുകൊണ്ടാണ് ആരുടെ കെട്ട് അഴിച്ചു കൊടുത്തത്? ആ നടകൂർ മണിഗിരിമാരുടെ കെട്ട് അഴിച്ചു കൊടുത്തത്. അതായത് അവര് തിരിച്ചുപോയി. മരം വീണ ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു, കൃഷ്ണന്റെ കെട്ടഴിച്ചു. അവിടേക്കാണ് നന്ദഗോപുരം ഓടി വരുന്നത്. നന്ദഗോപുരം കൃഷ്ണനെ കെട്ടിയിട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞ സമയത്ത് യശോദയെ ചീത്ത പറഞ്ഞു. അതിനുശേഷം പിന്നെ യശോദ ഉറപ്പിച്ചു, ഇനി താൻ കൃഷ്ണൻ എന്ത് ചെയ്താലും അടിക്കില്ല, ചീത്ത പറയില്ല എന്ന് ഉറപ്പിച്ചു. കൃഷ്ണൻ എന്തെങ്കിലും അപകടം പറ്റിയോ വിഷമായോ എന്ന് അറിയാൻ വേണ്ടി ഗോപസ്ത്രീകൾ കൃഷ്ണനെ കൊണ്ട് ചാടു കൃഷ്ണ, ഓടു കൃഷ്ണ, ഒന്ന് നൃത്തം വെക്കോ കൃഷ്ണ എന്നൊക്കെ പറയും. എന്തെങ്കിലും പറ്റിയോന്ന് അറിയാനാണ്. കൃഷ്ണൻ ഒന്നും വെറുതെ ചെയ്യില്ല, നമ്മളെപ്പോലെ തന്നെയാ. എന്താ കിട്ടുകയെന്ന് ചോദിക്കും. നൃത്തമൊക്കെ വെക്ക, എന്താ തരിക? വെണ്ണ തരാം, ആയിക്കോട്ടെ. എന്നാ വെണ്ണ ആദ്യം തരും. എന്താണ്? ആസാൻ നൃത്തം വെച്ചിട്ട് പിന്നെ വെണ്ണല്ല പറഞ്ഞ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ആദ്യം ഇവിടെ വെണ്ണ വയ്ക്കും, എന്നാ നൃത്തം വയ്ക്കാം. അപ്പൊ അവര് ഒരു ഉരുള വെണ്ണ അങ്ങോട്ട് കൊടുക്കും. ആ വെണ്ണ കിട്ടിയ ഉടനെ ആ വെണ്ണ അങ്ങോട്ട് കഴിക്കും. എന്നിട്ടൊരു മുദ്ര കാണിക്കും. ഇത്രയുള്ളൂ. എന്താ കൃഷ്ണൻ ഡാൻസ് കളിക്കാത്തത്? പിന്നെ ഈ ചെറിയ വെണ്ണയ്ക്ക് ഞാൻ 24 മണിക്കൂർ ഡാൻസ് കളിക്കുക. ഈ വെണ്ണയ്ക്ക് ഇത്രയും ഉണ്ടാവുള്ളൂ, ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അതാദ്യം ഇത്രയേ ഉള്ളൂ. കുറെ നേരം കഴിക്കണം വെച്ചാൽ കുറെ വെണ്ണ തരണം. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല. ഇങ്ങനെ അവരെ ഓരോന്ന് ഭഗവാനെ കൊണ്ട് ചെയ്യിക്കും. അതൊക്കെ ഭഗവാൻ അവരുടെ ഭക്തി കണ്ട് അവരുടെ ഒരു ദാസനായി കൊണ്ട് ഭഗവാൻ അങ്ങനെ കഴിയുന്ന. കുറച്ചങ്ങോട്ട് കഴിഞ്ഞു ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുകയാണ്. സ്ഥലം മാറുകയാണ്. ഇനിയിപ്പം ഗോകുലത്തിന് വൃന്ദാവനത്തിലേക്ക് മാറുകയാണ്. അതിനെന്താ കാരണം? ഒരു വൃദ്ധ ഗോപന്റെ ഉള്ളിൽ ഭഗവാൻ തോന്നിപ്പിച്ചു. അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ് ഇവിടെ സ്ഥലത്തിന്റെ പ്രശ്നം. അതൊക്കെ 2 മരങ്ങൾ വീണില്ലേ? കുറച്ചു മുമ്പ് ആ വണ്ടി പൊട്ടിത്തെറിച്ചു. അതിന് മുന്നേ രാക്ഷസി വന്നു, അവളങ്ങനെ വീണില്ലേ? ഇതൊക്കെ ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണ്. നമുക്ക് ഈ ഗോകുലം വിട്ടു പോയാലോ? എങ്ങോട്ടും ഇവിടെ അടുത്ത് തന്നെ വൃന്ദാവനം, മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട് വൃന്ദാവനം. അങ്ങോട്ട് മാറിയാലോ എന്ന് അദ്ദേഹത്തിനൊരു ആലോചന. അദ്ദേഹം അത് മറ്റുള്ള ഗോപന്മാരോടൊക്കെ പറഞ്ഞു. അവരൊക്കെ സംഭവിച്ചു. നന്ദർക്കും വലിയ സന്തോഷമായി. അങ്ങനെ എല്ലാവരും കൂടി സ്ഥലം മാറുകയാണ്. അങ്ങനെ ഗോകുലം വിട്ട് വൃന്ദാവനത്തിലേക്ക് പോകുന്നു. ഗംഭീരമായിട്ടുള്ള യാത്രയാണ്. കുറെ കാളവണ്ടി അതിലങ്ങനെ കയറിയിടുന്ന അവര് പുറപ്പെട്ടു പോകുന്നു. കൃഷ്ണനും രാമനും കയ്യിൽ ഓടക്കുഴല്. പോണ സമയത്ത് കൃഷ്ണന്റെ കൊഞ്ചല്, വേണുഗാനം, പശുക്കുട്ടികളുടെ കരച്ചില്, പശുക്കളുടെ കഴുത്ത് കെട്ടിയ മണിനാഥം, കുളമ്പടി ശബ്ദം. അങ്ങനെ അവർ വൃന്ദാവനത്തിലെത്തി. മനോഹരമായിട്ടുള്ള കാഴ്ച. വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനിച്ച വീക്ഷ്യാസീയതുത്തമാ പ്രീതി രാമ മാധവയോർ നൃപ. വൃന്ദാവന ഭൂമി, ഗോവർദ്ധന പർവ്വതം, അതൊക്കെ കണ്ട് ആര് സന്തോഷിച്ചു? കൃഷ്ണൻ രാമനും വളരെയധികം സന്തോഷിച്ചു. യമുനാ നദി, ഇതൊക്കെ കണ്ട് വലിയ സന്തോഷമായി. പിന്നെ ഭഗവാൻ പറഞ്ഞു അച്ഛനോടും അമ്മയോടൊക്കെ, അതെ ഇനിയിപ്പം ഞങ്ങൾക്ക് വെറുതെ അങ്ങനെ ഇരിക്കാൻ വയ്യ. പശുക്കളെ നോക്കിയാലോ? അച്ഛനോട് സഹായമാവുമല്ലോ. പശുക്കളെ നോക്കിയാലോ? എന്തോ ഒരു പറഞ്ഞു, വേണ്ട, ഈ വലിയ പശുക്കളെ ചെറിയ കുട്ടികളെ നോക്കിയേ പറ്റില്ല. പിന്നെയും വാശി. അപ്പൊ ആ സമയത്ത് പറഞ്ഞു, അവരുടെ ഒരു കാര്യം ചെയ്യാം, പശുക്കുട്ടികളെ നോക്കിക്കോട്ടെ. കുട്ടികളെല്ലാവരും കൂടി പശുക്കുട്ടികളെ നോക്കട്ടെ. ഗോപന്മാരൊക്കെ പശുക്കളെയും ഗോപപാലന്മാര് പശുക്കുട്ടികളെയും നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിലെ ലീഡറാണ് കൃഷ്ണൻ. കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ നടക്കും. പശുക്കുട്ടികളൊക്കെ കൃഷ്ണനും കുട്ടികളും കൂടി നോക്കും. രാവിലെ നേരത്തെ ഇറങ്ങും. ക്വചിത് വനാശായ മനോദധുവ്രജാത് പ്രാതഃ സമുത്ഥായ വയസ്യ വത്സവാൻ പ്രബോധയൻ ശൃംഗരവേണ ചാരുണു വിനിർഗതോ വത്സപുരസ്സരോ ഹരി. രാവിലെ നേരത്തെ എണീറ്റ് ഭഗവാൻ എത്തി. ആ കൊമ്പ് വിളിക്കുമ്പോൾ പശുക്കുട്ടികളൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരും. കോഴി വിളിക്കുമ്പോൾ ഗോപക്കുട്ടികളും ഇറങ്ങി വരും. അങ്ങനെ പശുക്കുട്ടികളുടെ കൂടെ ഗോപക്കുട്ടികളുടെ കൂടെ ആര് സഞ്ചരിക്കും? ഭഗവാൻ അരയിലൊരു കെട്ട്, തലയിലൊരു കെട്ട്. അങ്ങനെ ഭഗവാൻ ആ പശുക്കുട്ടികളുടെ കൂടെ അങ്ങനെ ഓടും. പശുക്കുട്ടികള് അവരുടെ വാലുകൊണ്ട് ഭഗവാന് വെഞ്ചാമരം വീശി കൊടുക്കും. അത്രല്ലേ ഇപ്പം പറ്റുള്ളൂ അവിടെ. അങ്ങനെ ഭഗവാന് കൈങ്കര്യം ചെയ്യണം.
കാട്ടിലെത്തിയ പലതരത്തിലുള്ള കളികളാണ്. അധികം ഒളിച്ചാ കളിക്കുക. അങ്ങനെ കൃഷ്ണൻ എണ്ണം ബാക്കിയുള്ള കുട്ടികളൊക്കെ പോയി വിളിക്കും. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി. അഘാസുര മോക്ഷം. കംസം പറഞ്ഞയച്ചിട്ട് അഖന്റെ പേരായിട്ടൊരു അസുരൻ, അത് പെരുമ്പാമ്പിന്റെ ആകൃതിയിലാണ്. അവൻ വന്നു വായ തുറന്നിരിക്കുകയാണ്. എന്താ ഉദ്ദേശം? ഭഗവാനെ അകത്താക്കുക. നല്ല ഉദ്ദേശ. നമുക്ക് ഇഡ്ഡലി അകത്താക്കണം എന്നേ ഉള്ളൂ, ജിലേബി അകത്താക്കണം, ലഡു അകത്താക്കണം, അല്ലാണ്ട് ഭഗവാൻ അകത്താക്കണം എന്ന് എത്ര പേർക്കുണ്ട്? ഇയാൾക്ക് ഭഗവാനെ അകത്താക്കണം എന്നുള്ള വിചാരമാണ്. വായ തുറന്ന് അങ്ങനെ കിടന്നു. എണ്ണിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണൻ പൊളിക്കാനായിട്ട് കുട്ടികൾ അന്വേഷിച്ചു പോയി സ്ഥലം. അപ്പോഴാണ് എന്ത് കണ്ടത്? അവർക്ക് പുതുതായിട്ടല്ല ഈ സ്ഥലത്ത് അധികം വന്നിട്ടില്ലല്ലോ. പാമ്പ് വായ തുറന്ന് കിടന്നത് കണ്ടപ്പോ പർവ്വത ഗുഹയാണെന്ന് വിചാരിച്ച് അവർ അകത്തേക്ക് കണ്ട് പ്രവേശിച്ചു. അതിലൊരുത്തം പറഞ്ഞു, എനിക്ക് സംശയം കിട്ടും, ഇത് കാണുമ്പം പാമ്പ് വായ തുറന്നിരിക്കുന്ന പോലെ ഉണ്ട്. ഇത്ര വലിയ പാമ്പൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല, പാമ്പ് പോലെ ഉണ്ട്. പിന്നെ എല്ലാ ഗോപക്കുട്ടനോട് ഒരുമിച്ച് പറഞ്ഞു, ഇനിയിപ്പോ പാമ്പ് തന്നെയാണെങ്കിൽ എന്താ, നമ്മുടെ കൂടെ ഭഗവാനില്ലേ? ഇതാണ് അവരുടെ ബലം. ഭഗവാനില്ലേ? ആ വിശ്വാസം. അവരകത്തേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചു. പശുക്കുട്ടലെ അകത്തേക്ക് കയറ്റി. ഇപ്പൊ പശുക്കുട്ടലെ കരച്ചിൽ കണ്ട് കൃഷ്ണൻ മനസ്സിലാക്കണ്ട, എവിടെ നമ്മളുള്ളത് അറിയണ്ട കരുതി പശുക്കുട്ടലെയും കൂട്ടി അവര് ആ പാമ്പിന്റെ വായയ്ക്ക് പ്രവേശിച്ചു. പാമ്പ് വായ അടച്ചില്ല. കാരണം അവന്റെ ഉദ്ദേശം കൃഷ്ണനെ കിട്ടണം. ഭഗവാൻ എണ്ണലൊക്കെ കഴിഞ്ഞ് കുട്ടളെ അന്വേഷിച്ചു, കാണുന്നില്ല. അപ്പൊ മനസ്സിലാക്കി അഘാസുരന്റെ വായലാണ് ഇവരൊക്കെ. ഭഗവാൻ ഓടിച്ചെന്ന് അഘാസുരന്റെ വായയ്ക്ക് അങ്ങോട്ട് ചാടിയതും അഘാസുരൻ വായ അങ്ങോട്ട് അടച്ചു. ഭഗവാൻ അവിടുന്ന് ഒരു ത്രിവിക്രമാവതാരം വലുതാവാൻ അങ്ങോട്ട് തുടങ്ങി. അയാളുടെ തല ഇങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. ആ അഘാസുരന്റെ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് മുക്തി വിട്ട യോഗീശ്വരന്മാർക്ക് മാത്രമാണ്. അതുപോലെ മുക്തി ആർക്ക് കൊടുത്തു? അഘാസുരന് കൊടുത്തു. അതൊന്നൊരു ചൈതന്യം വന്ന ഭഗവാനെ ലയിച്ചത് ആര് കണ്ടു? ആ കുട്ടികൾ കണ്ടു. വലിയൊരു പാമ്പിനെ ഈ കൃഷ്ണൻ കൊന്നു എന്നുള്ള വാർത്ത അവര് വീട്ടിൽ പോയി പറഞ്ഞു. അവര് വിടത്തി നോക്കിയ സമയത്ത് ഒരു കൊല്ലക്കാലം പഴക്കമുള്ള ശവശരീര കണ്ടത് പാമ്പിന്റെ. ഒന്നും മനസ്സിലായില്ല. 5-ാം വയസ്സിൽ നടന്ന കാര്യം കുട്ടികൾ വീട്ടിൽ പോയി പറഞ്ഞത് 6-ാം വയസ്സിലാണ്. അപ്പൊ ഒരു കൊല്ലക്കാലം അവരെവിടെയായിരുന്നു? അവര് വന്നിട്ടുണ്ട് വീട്ടില്, പക്ഷെ അപ്പൊ ഇവർ ഈ വർത്തമാനം പറഞ്ഞിട്ടില്ലേ. അതെന്താ ഉണ്ടായിച്ച പറയാം. ബ്രഹ്മമോഹനം. ഒരു കൊല്ലക്കാലം ഇവരെവിടെയായിരുന്നു? ഇവര് ബ്രഹ്മലോകത്തായിരുന്നു. അപ്പം രക്ഷിതാക്കളുടെ കൂടെയുള്ള കുട്ടികൾ അത് ഭഗവാനായിരുന്നു. ഒരു കൊല്ലക്കാലം ഭഗവാൻ അവരുടെ കുട്ടികളായിട്ട് ഒപ്പം നിന്നു. ഇതാണ് ബ്രഹ്മമോഹനം എന്ന ലീല. ഒരിക്കൽ ഭഗവാൻ കുട്ടികളോട് പറഞ്ഞു, അതെ, ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിൽ പോകണ്ട, എല്ലാവരും ഇവിടുന്ന് കഴിച്ചാൽ മതി. എന്താ കുഴപ്പച്ചാൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട്. സത്യമാണത്, സത്താത്തിന് മനസ്സിലാവും. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ളവർ കുറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടത് വേണ്ട. ഇനി ഊണ് ഇവിടുന്ന് കൊണ്ടുവരിക, അവിടുന്ന് കഴിക്കുക. കാരണം ഇല്ലെങ്കിൽ പിന്നെ വെയിലാണ്, അതാണ് വീട്ടിൽ പോയി ഒന്ന് കിടക്കാന്നൊക്കെ പറഞ്ഞ ചിലരൊക്കെ പോവും. ഇങ്ങോട്ട് കൊണ്ടുവരും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വലിയ സന്തോഷമായി. കുട്ടികളൊക്കെ വീട്ടിൽ നിന്നുള്ള പല വിഭവങ്ങളുമായിട്ട് വരും. ഓരോരുത്തരുടെ പാത്രം ഓരോ തരത്തിലാവും. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. ഓരോ വീട്ടിൽ ഓരോ വിഭവങ്ങളാവും. അതൊക്കെ അവർ കൊണ്ടുവരും. ചിലര് വലിയ ചമതയുടെ ഇലയിലൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരും. ചിലര് വാഴയുടെ ഇല അത് വാട്ടി പൊതിഞ്ഞ് അതിൽ കൊണ്ടുവരും. ചിലര് കാസറോളിൽ ചൂടാറാണ്ടിരിക്കുക അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ഓരോന്നും കൊണ്ടുവരും. ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ ഭഗവാൻ അതൊക്കെ എടുത്തു വെക്കും. നടുക്ക് കൃഷ്ണൻ ഇരിക്കും, ചുറ്റും കുട്ടികളിരിക്കും. ബ്രഹ്മദേവൻ നോക്കണ സമയത്ത് നടുക്ക് കൃഷ്ണൻ, മഞ്ഞ വേഷ്ടി, മഞ്ഞപ്പട്ട്, ചെവിയിലെ കർണികാരം, കൊന്നപ്പൂവ് മഞ്ഞ, മഞ്ഞക്കുറി എല്ലാം മഞ്ഞ, നടുക്ക് കർണിക, താമര അങ്ങനെ വിടർത്തി വെച്ചതുപോലെ നടുക്ക മഞ്ഞ നിറത്തിലാര്? കൃഷ്ണൻ. ചുറ്റുമുള്ള എതളുകളും അത് ഗോപക്കുട്ടികൾ. ഇത് കണ്ട് ബ്രഹ്മാവങ്ങനെ നോക്കി വന്നു. കാണാൻ നല്ല രസമുണ്ടല്ലോ മട്ടിൽ. ഭഗവാന്റെ വനഭോജനം. പാത്രമൊക്കെ തുറന്ന് ഭഗവാൻ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പുറപ്പെടുകയാണ്. ചുറ്റും കുട്ടികൾ. അവർക്കൊക്കെ ഭഗവാന്റെ അടുത്തിരിക്കണം എന്ന് മോഹം. വട്ടത്തിലിരുന്നാൽ പിന്നെ ആർക്കും പരാതിയില്ല. എല്ലാവരുമായിട്ട് തുല്യ ദൂര. അടുത്തിരുന്നു, മറ്റാൾ അടുത്തിരുന്നു, ഞാൻ അടുത്തിരുന്നില്ല, ആ വിഷമമില്ല. ഭഗവാൻ ആ പാത്രം കൊണ്ട് തുറന്നു. തന്റെ അമ്മ തന്ന ആ ചോറിന്റെ ഉരുള കയ്യിലെടുത്തു. ബിഭ്രതവേണം ജഠരപടയോ ശൃംഗവേത്രേജ കക്ഷേ വാമേ പാണോ മസൃണകപളം തത്ഫലാന്യംഗുലീഷു തിഷ്ഠൻ മധ്യേ സ്വപരിസുഹൃതോ ഹാസയൻ നർമ്മഭിസ്വൈഃ സ്വർഗേ ലോകേ വിശതി ബുഭുജേ യജ്ഞഭുക് ബാലകേളി. ബിഭ്രതവേണം ജഠരപടയോ ശൃംഗവേത്രേജ കക്ഷേ. ഭഗവാൻ തന്റെ കയ്യിലുള്ള കുഴലെടുത്ത് അരയിൽ വെച്ചു. ആ കൊമ്പെടുത്ത് കക്ഷത്തിൽ വെച്ച് തന്റെ ആ ചോറും പാത്രം തുറന്നു. അമ്മ നല്ല തൈരൊക്കെ കൂട്ടി കുഴച്ച് ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. കൃഷ്ണന് ഉരുള ഉരുട്ടാൻ ബുദ്ധിമുട്ട് വേണ്ട. അത് വാമേ ഏപാണോ ഇടത്തെ കൈ കൊണ്ട് അങ്ങോട്ട് എടുത്തു. ബ്രഹ്മദേവന് നെറ്റി അങ്ങോട്ട് ചുളിഞ്ഞു. അയ്യേ, ഇടത്തെ കൈ കൊണ്ട്. ചിലർക്ക് അങ്ങനെ ഉണ്ട്. ഇടത്തെ കൈ ആകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. പ്രസാദം കൊടുക്കുമ്പോൾ കാണാം ചില കുട്ടികൾ ഇടത്തെ കൈ ഉണ്ടാവുക. അധികം കുട്ടികൾ എന്ത് ചെയ്യും? ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവർ ഇടത്തെ കൈയാവില്ല. പിന്നെ രക്ഷിതാക്കൾ എന്താ പറയുക? ഇടത്തെ കൈ കൊണ്ട് അവരിങ്ങനെ ആകെ നമ്മൾ കൊടുക്കുന്ന താഴ്ത്തും വീഴും. തൽക്കാലം എങ്ങനെയൊന്ന് പിടിക്കട്ടെ, ഏതോ കൈക്കുട്ടലല്ലേ, അത് ഏത് കൈയാലും കുഴപ്പമില്ല. ഇത് 2 കൈയും ചേർത്ത ഒരു വിഷമവും ഇല്ല. നല്ലതൊക്കെ എന്ത് 2 കൈ ആയിക്കോട്ടെ. വിശേഷപ്പെട്ടതൊക്കെ വാങ്ങുമ്പോൾ
രണ്ട് കൈയും ചേർത്തപ്പോ പ്രശ്നമില്ലല്ലോ, കാരണം വലത്തോ ഇടത്തോന്നും കുഴപ്പമില്ല. വാമേ പാണവോ, ഭഗവാൻ തന്റെ ഇടത്തെ കൈ കൊണ്ടങ്ങോട്ട് എടുത്തത് കണ്ടപ്പം ബ്രഹ്മദേവൻ ആകെ ഒരു സംശയം. ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്ന ഒരു ആചാരം ഇല്ലാണ്ട് ഒരു സമ്പ്രദായം ഇല്ലാണ്ട് വലത്തെ കൈ കൊണ്ടല്ലേ കഴിക്കേണ്ടത്, വലത്തെ കൈ വെറുതെ ഇരിക്കുക, ഇത് തിരക്കുണ്ടായി കുഴപ്പമില്ല, ഇത് വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഇടത്തെ കൈ കൊണ്ടെടുത്തു. മസനാക്കപാടം തത്ഫലാഞ്ഞുലീഷു, നല്ല കൈപ്പൊക്കെ കൊണ്ടാട്ടം വട്ടത്തിൽ നുറുക്കി അത് വറുത്ത് വെച്ചിട്ടുണ്ട് അമ്മ. അതെന്ത് ചെയ്യും, അതിന് നടുക്കുള്ള കുരു ബുദ്ധിമുട്ടാണ്. അവൻ തന്റെ ചുറ്റൂരിങ്ങനെ കുട്ടറോട് വായ തുറക്കാൻ പറയും. എന്നിട്ട് ആ കുരു അവന്റെ വായക്ക് തട്ടി കൊടുക്കും. അതൊരു കളി. അപ്പൊ അത് മോതിരം പോലെ ഇല്ല, മോതിരമായി കഴിഞ്ഞാൽ അത് വിരലിലിടും. അങ്ങനെ കൈപ്പൊക്കെ കൊണ്ടാട്ടം അങ്ങനെ വിരലിലങ്ങനെ തത്ഫലാനി അങ്കുലീഷു, മോതിരം പോലെ ഇടും. നല്ല പയറിന്റെ കൊണ്ടാട്ടം അത് നീണ്ടിട്ടാ, അത് നീളത്തിൽ മുറിച്ച് വറുത്തതാണ്. അത് വിരലിന്റെ ഇടയിൽ വെക്കും. എന്നിട്ട് ഒരു കടി ഒരു കൊണ്ടാട്ടം, ഒരു കടി ഒരു കൊണ്ടാട്ടം, ഇങ്ങനെ കടിച്ച് കഴിക്കുക. അത് കണ്ടപ്പോ ബ്രഹ്മാവിന് സംശയമായി, ഇതിപ്പോ നമ്മൾ പറഞ്ഞയച്ച ആളല്ലേ, വിഷ്ണു ഭഗവാൻ ഇങ്ങനെ നല്ലൊരു സമ്പ്രദായമൊക്കെ ഉണ്ട്. ഇതിപ്പം കൃഷ്ണൻ എന്ന് പറഞ്ഞങ്ങോട്ട് വന്ന ഒരു ഇടയന്റെ കുട്ടിയായിട്ട് വന്നപ്പോഴേക്ക് ഇങ്ങനെ ഇങ്ങോട്ടൊരു ശുദ്ധമില്ലാണ്ടേ. അതങ്ങനെ വരും. ബ്രാഹ്മണന്റെ കുട്ടിയാകുമ്പോ ചിലപ്പോൾ കുറച്ച് ശുദ്ധമൊക്കെ ഉണ്ടാവും. രാമനിൽ നിന്ന് ശുദ്ധമൊക്കെ പ്രതീക്ഷിച്ചോളൂ, കൃഷ്ണനിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണ്ട, വലിയ ആചാരം വേണം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. കൃഷ്ണൻ എങ്ങനെയാ, അതാണ് ഭഗവാൻ കാണിക്കുന്നത്. അതൊന്നുമില്ല, വല്ലാണ്ട് ബ്രഹ്മാവെ അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കണ്ടുപറ്റി നോക്കണ്ട, ഇങ്ങനെയൊക്കെ തന്നെയാണ് കൃഷ്ണൻ എന്നങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. ബിഭ്രതു വേണം ജഡരപടയോഹോ ശൃംഗവേത്രേച കക്ഷേവാമേ പാണോ മസൃണകപളം തത്ഫലാന്യങ്കുലീഷു തിഷ്ഠൻ മധ്യേ സ്വപരി സുഹൃദോഹാസയൻ. ഇനി കടിച്ചു കഴിക്കാനുള്ളത് പോട്ടെ, തന്റെ അടുത്തുള്ള കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ കഴിച്ചതിന്റെ ബാക്കി അയാളെ വായ നിർത്തിട്ട്, ഈശ്വര ആരാത്, ഏതാ ജാതി, ഓ ബ്രഹ്മാവനെ കണ്ട് സഹിക്കുന്നില്ല. എച്ചിലും വറ്റൂല്ലാണ്ട് അയാൾ കഴിച്ചതിന്റെ ബാക്കി എടുത്ത് കഴിക്കുക കൃഷ്ണൻ. എന്റെ അഭിപ്രായമൊക്കെ പറഞ്ഞു, ആ നല്ല സ്വാദം ഉണ്ടല്ലോ ഉപ്പേരിക്ക്, അമ്മയോട് പറയണം കേട്ടോ, കൃഷ്ണൻ പറഞ്ഞു നന്നായി ഉണ്ടെന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് പറയണം, നിന്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമാകും, ആ പറയണം എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായം പറയണു. ഇനി എന്റെ അമ്മ ഉണ്ടാക്കിയ കൊണ്ടാട്ടം നോക്കടോ പറഞ്ഞത് അയാളെ വായില് കൊടുക്കുന്നു. ഇങ്ങനെ കുട്ടികളുടെ കൂടെ ഹാസയൻ ചിരിച്ചും കൊണ്ട്, ചിരിക്കാൻ പാടില്ല ഊണഴിക്കുമ്പോ ചിരിക്കാൻ പാടില്ല, ഊണഴിക്കുമ്പോ അങ്ങനെ ഓരോരുത്തർ ഉണ്ടാൻ പാടില്ല, അങ്ങനെ അത്രേ പാടുള്ളൂ. ഹാസയൻ ചിരിച്ചും കൊണ്ട്, നർമ്മഭിസ്വൈഹി തമാശയൊക്കെ പറഞ്ഞും കൊണ്ട്, സ്വർഗേ ലോകേ വിഷതി ബുഭുജേ യജ്ഞഭുക്, ആരാത് യജ്ഞഭുക്, ആരാത് യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞീ യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം. ഭഗവാന്റെ പേരാ വിഷ്ണു. വിഷ്ണു ഭഗവാൻ അവിടെയാണെങ്കിൽ നല്ല ശുദ്ധം വിട്ടിരിക്കുകയുള്ളൂ. ആ ഭഗവാൻ ഇവിടെ ഈ ഇടയ ചെക്കന്മാരുടെ കൂടെ എച്ചിലും മറ്റില്ലാണ്ട് കഴിക്കുന്നത് കണ്ടപ്പം ബ്രഹ്മദേവനൊരു സംശയം, ഒന്ന് നോക്കിയാലോ, എന്ത് അതാ വിഷ്ണു ഭഗവാൻ തന്നെ അല്ലേ എന്നൊന്ന് ഉറപ്പിച്ചാലോ എന്ന് കരുതി എന്ത് ചെയ്തു, ആ പശുക്കുട്ടികളെ ഒക്കെ കൊണ്ട് സ്വർഗത്തിലേക്ക് സത്യലോകത്തേക്ക് കൊണ്ടുപോയി. കുട്ടികൾ ഊണഴിച്ചുകൊണ്ടിരിക്കുമ്പോ, അല്ല കൃഷ്ണ ഒരു ശബ്ദം കേൾക്കണില്ലല്ലോ പശുക്കുട്ടികളുടെ, ഇനി വല്ല രാക്ഷസന്മാരും വന്നുവോ, വല്ല ജന്തുക്കളും വന്ന് കടിച്ചുവോ, ഞങ്ങൾ പോയി നോക്കി വരാന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ പറഞ്ഞു വേണ്ട ഊണഴിച്ചോളൂ, ഞാൻ പോയി നോക്കി വരാം എന്ന് പറഞ്ഞ ഭഗവാൻ നോക്കാനായിട്ട് പോയതാ. അപ്പോഴേക്കും ബ്രഹ്മദേവൻ എന്ത് ചെയ്തു, ആ കുട്ടികളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലും കൃഷ്ണൻ പരിഭ്രമിക്കില്ല. ആ കുട്ടികളെയും എങ്ങോട്ട് കൊണ്ടുപോയി, സത്യലോകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കൃഷ്ണൻ പരിഭ്രമിക്കണം നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ആരെ പരിഭ്രമിച്ചു, അത് പറയാം, ആരെ പരിഭ്രമിച്ചോളൂ. കൃഷ്ണൻ തിരിച്ചു വരികയാണ്, കുട്ടികളെ നോക്കൂ, കൂട്ടുകാരെ പശുക്കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ട് വരുമ്പോഴേക്ക് ആരും കാണുന്നില്ല, കുട്ടികളെയും കാണില്ല, കൂട്ടുകാരെയും കാണുന്നില്ല. തല ചൊറിഞ്ഞുകൊണ്ട് ഭഗവാൻ അങ്ങനെ നടക്കുകയാണ്. എന്താവും ചിന്തിക്കുന്നുണ്ടാവുക, ഈ കുട്ടികളെയൊക്കെ എൻ്റെ അടുത്തേക്ക് ധൈര്യമായിട്ട് പറഞ്ഞയച്ചത് അമ്മമാർ എന്നിലുള്ള വിശ്വാസം കൊണ്ടല്ലേ, ഇനി ഞാൻ തിരിച്ചു പോകുമ്പോ എന്താ അവരോട് പറയാ എന്നൊക്കെയാവും ആര് വിചാരിച്ചു, ബ്രഹ്മാവ് വിചാരിച്ചു. അതൊന്നല്ല ഉണ്ടായത്, സർവം വിധികൃതം. മുകളിൽ നോക്കി പറയാണ്, ബ്രഹ്മാവേ ഇതൊക്കെ തന്റെ പണിയല്ലേ, കാണിച്ചരാ എന്ന് പറഞ്ഞ ഭഗവാൻ ആ വൃന്ദാവനത്തിലേക്ക് തന്റെ ഗൃഹത്തിലേക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുമ്പം എത്ര കുട്ടികളുണ്ടോ അത്ര കുട്ടികൾ, ഭഗവാൻ തന്നെ അത്രയും കുട്ടികളായിട്ടാണ് മാറി. എത്ര പശുക്കുട്ടികളുണ്ടോ അത്രയും പശുക്കുട്ടികൾ. യാവത് ശീല ഗുണാഭിതാകൃതി വയാഹ, ഒന്നിനും വ്യത്യാസമില്ല, ശീലത്തിന്, ആകൃതിക്ക്, ഗുണത്തിന്, വയസ്സിന്. കറുത്ത കുട്ടിയച്ച കറുത്ത കുട്ടി, വെളുത്ത കുട്ടിയച്ച വെളുത്ത കുട്ടി, ജലദോഷമുള്ള കുട്ടിയച്ച ജലദോഷമുള്ള കുട്ടി തന്നെ, ട്രൗസർ എടുത്ത കുട്ടിയച്ച ട്രൗസർ എടുത്ത കുട്ടി, നീല ട്രൗസർ വെച്ചാൽ നീല ട്രൗസർ, അതിൽ മാങ്ങയുടെ കറ ഉണ്ടെങ്കിൽ ഇതിൽ മാങ്ങയുടെ കറ, അവന്റെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ വാട്ടർ ബോട്ടിലും ഭഗവാനായി. യാവത് ശീല ഗുണാഭിതാകൃതി വയാഹ, ഇനി കൊഞ്ചലുണ്ടെങ്കിൽ കൊഞ്ചലും, അല്ലെങ്കിൽ വയ്യ അങ്ങോട്ട് പോകുമ്പോ കൊഞ്ചലുണ്ട് കുട്ടി, ഇങ്ങോട്ട് വരുമ്പോൾ നേരി, അത് പറ്റുമോ, അമ്മ സമ്മതിക്കുമോ? ഒക്കെ യാവത് ശീല ഗുണാഭിത ആകൃതി വയഹ യാവത് വിഹാരാധികം, അവരുടെ വിഹാര പലർക്കും പല ഗോഷ്ഠികളൊക്കെ ഉണ്ടാവും, ചില ശീലങ്ങളൊക്കെ ഉണ്ടാവും, ശീലത്തിന് പോലും മാറ്റമില്ല. സർവം വിഷ്ണുമയം. പശുക്കുട്ടികളും അങ്ങനെ തന്നെ, കൊമ്പ് മുറിഞ്ഞ പശു വെച്ചാണ് അങ്ങനെ കൊമ്പ് മുറിഞ്ഞു പോകണം, വെളുത്ത പശു വെളുത്ത പശു, അതിൽ കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ കറുത്ത പുള്ളി ഉണ്ട്, എല്ലാം അങ്ങനെ.
യാവത് വിഹാരാധികം സർവം വിഷ്ണുമയം. ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തതാ. ഇതൊക്കെ ആരാണ്? സർവം വിഷ്ണുമയം ഗിരോംഗവദജ സർവസ്വരൂപോ ബഭൗ. ബ്രഹ്മാവ് പക്ഷെ ആകെ കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭഗവാൻ വീണ്ടും കളി തുടങ്ങുന്നു. വീട്ടിൽ രാവിലെ പോകുന്നു, ഈ കുട്ടിലും കൂട്ടി പോകുന്നു, പശുക്കുട്ടലും കൂട്ടി കളിച്ചത് പിന്നെ തിരിച്ചു വരുന്നു. ഇതങ്ങനെ തുടരുന്നുണ്ട്. അവിടെ ബ്രഹ്മാവിന്റെ കഥയോ പറയണ്ട. ശിവശിവ. അവിടെ സരസ്വതിയുടെ ചിത്തയൊക്കെ പണി ബ്രഹ്മാവിന്. കാരണം അവിടെ സരസ്വതി മാത്രം. സത്യലോകം എന്ന് പറഞ്ഞാൽ എവിടെയാ? ഏറ്റവും മുകളിലുള്ള ഏറ്റവും നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ടൈൽസ് ഒക്കെ ഒട്ടിച്ച് അത്രയ്ക്കും നല്ല സ്ഥലമാണ് സത്യലോകം. അവിടെ ഇപ്പൊ എന്താ? പശുക്കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ ഗോമൂത്രം ചാണകവും. സരസ്വതി ഭാര്യ ഇയാളെ കൊണ്ട് തോറ്റൊരു ആവശ്യമില്ല. അവിടെയും ഇവിടെയും പോയിട്ട് പശുവിനെയും കൊണ്ട് വരും. അങ്ങനെയാണെങ്കിൽ നോക്കാനുള്ള ആളെയും കൂടി കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണം. ഈ കുട്ടികളാണെച്ച വികൃതികള്. ഒരാളെ സഹിക്കണം തന്നെ നല്ല പണിയാണ്. ആ കുട്ടികൾ ഭഗവാന്റെ കൂടെ ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബ്രഹ്മദേവന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാണ്. അവരങ്ങനെ ഓടിക്കളിക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും. അളമാരി തുറന്നിട്ട് സരസ്വര സാരിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പട്ടുസാരിയൊക്കെ കൗപീനാക്കാൻ കൊണ്ടുപോവുക. കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നൊക്കെ ഒന്ന് മാറ്റി അളമാരൊക്കെ പോയിട്ട് താക്കോലെടുത്ത് വെക്കുമ്പോഴേക്ക് ഇവർ ചെന്ന് അരയണ്ണത്തിന്റെ തലയിൽ കയറിയിരിക്കുക. അരയണ്ണം വാഹനാണ് ആരുടെ? ബ്രഹ്മദേവന്റെ. അതിന്റെ പുറത്ത് കയറിയിരുന്ന അതിന്റെ കൊക്കൊക്കെ പിടിച്ച് ഓടിക്കാൻ നോക്കുന്നു. ആകെ പ്രയാസം. ആ കുട്ടികൾ അവിടെ നിന്നൊക്കെ എടുത്ത് മാറ്റുമ്പോഴേക്കും സരസ്വതിയുടെ വീണ അതിന്റെ കമ്പി പോയിട്ട് ഠയോ ഠയോ എന്ന് പറയാൻ പൊട്ടിക്കുകയാണ്. എന്ത് ചെയ്തിട്ടും എങ്ങനെയെങ്കിലും ഇവരെ താഴെ തന്നെ അങ്ങോട്ട് കൊണ്ടാക്കിയാൽ മതിയായിരുന്നു അയാൾക്ക്. ഇപ്പം ഭഗവാനെ പരിഭ്രമിപ്പിക്കാൻ നോക്കിയ ആ ബ്രഹ്മാവ് ഇപ്പം സ്വയമേവ വിമോഹിത. അയാൾ മോഹിച്ചു. ആകെ പ്രയാസം തോന്നി. അവിടെ എന്താ സ്ഥിതി നോക്കിയപ്പോ ഭഗവാന്റെ കൂടെ ഈ കുട്ടികളൊക്കെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് കളിച്ച് ചിരിച്ചിരിക്കുന്നുണ്ട്. തന്റെ അടുത്തോ അതേ കുട്ടികള് വികൃതി. ഒന്ന് അവിടെ പോയി ഒന്ന് ചുറ്റി നോക്കി തിരിച്ചു തന്റെ സത്യലോകത്ത് വന്നപ്പം അവിടെ താമരയിൽ തന്നെ പോലെ വേറൊരാള്. ബ്രഹ്മാവിനെ തന്നെ ആരുണ്ടാക്കി? ബ്രഹ്മാവെ അങ്ങേ ഞാൻ ഉണ്ടാക്കിയത് ഓർക്കുണ്ടോ? അങ്ങ് എന്റെ നാഭീകമലത്തിൽ നിന്ന് അങ്ങ് ഉണ്ടായത് എന്റെ സങ്കല്പം കൊണ്ട്. അങ്ങനെയുള്ള എനിക്കിപ്പോ വേറൊരു അങ്ങേ ഉണ്ടാക്കാനാണ് പ്രയാസം. ആ സത്യലോകത്ത് ഇപ്പം ബ്രഹ്മാവിന് പകരം വേറൊരു ബ്രഹ്മാവ്. കാവൽക്കാർ തടഞ്ഞു ശരിക്കുള്ള ബ്രഹ്മാവിനെ. ബ്രഹ്മാവ് പറഞ്ഞു എന്നെ തടയണം, ഞാൻ ബ്രഹ്മാവാണ്. അവർ പറഞ്ഞു മെല്ലെ പറഞ്ഞോളൂ. ഇന്നലെ ഇതേപോലെ ഒരാൾ വന്നു തലക്കടിക്കേണ്ടായിരുന്നു. ഞാനാ ബ്രഹ്മാവ് എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും? തന്റെ പോസ്റ്റ് പോയി. അവിടെ ആരടിക്കണത്? നല്ലോണം നോക്കിയപ്പോ ആ ബ്രഹ്മാവിന്റെ മുഖം മൂടി മാറ്റി കൃഷ്ണൻ നോക്കി ചിരിക്കുകയാണ്. താൻ തന്നെയല്ലേ ഇവിടെ? വൃന്ദാവനത്തിലേക്ക് പോയിക്കോളൂ, ഇവിടെ വന്ന് തിരിയണ്ട, അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. വേഗം അങ്ങോട്ട് വന്നു. നേരെ വൃന്ദാവനത്തിലേക്ക് വന്നു. അവിടെയുള്ള ഭഗവാന്റെ കയ്യിലെ ചോറുള്ളിയും പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ സംശയിച്ചില്ല. ആ വൃന്ദാവനത്തിൽ വന്ന് ഭഗവാന്റെ കാൽക്കൽ വീണങ്ങട്ട് നമസ്കരിച്ചു. ഒരു സ്വർണ്ണവടി കുത്തനെ വെച്ചാൽ വീഴില്ലേ, അതുപോലെ അങ്ങോട്ട് വീണു. അദ്ദേഹം കേമായിട്ട് സ്തുതിക്കുകയാണ്. തന്റെ കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദം കഴുകി. നൗമീഡ്യത്തെ അഭ്രവകുഷേദിതംബരായ ഗുഞ്ചാവതംസ പരിപിച്ഛല സന്മുഖായ വന്യസ്രജേ കപളവേത്ര വിഷാണ വേണു ലക്ഷ്മശ്രീയെ മൃദുപതേ പശുപാങ്കജായ. ഭഗവാനെ അടിയന് മനസ്സിലായി. ഒന്ന് നോക്കിയെന്നുള്ളൂ, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി നോക്കിയെന്നുള്ളൂ. എനിക്ക് മനസ്സിലായി ഇതൊക്കെ അങ്ങനെ ശരിയാണ്. ചതുശ്ലോകി ഭാഗവതമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അന്നത് തിയറി ക്ലാസ്സേ ആയുള്ളൂ, പ്രാക്ടിക്കൽ ആയില്ല. എല്ലാം ഭഗവാനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതാ കാണാൻ പറ്റി. ഒക്കെ ഭഗവാൻ. സർവം വിഷ്ണുമയം ബോധ്യായി. ഇവിടെ അറിവുണ്ടാക്കാൻ എത്ര പ്രയാസ ഭഗവാനെ. ജ്ഞാനേ പ്രയാസം. ജ്ഞാനം പ്രയാസമാണ്. എന്നാ ഭക്തി എളുപ്പമാണ്. ശാസ്ത്രം പഠിക്കുക, മനസ്സിലാക്കുക, പറയാന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പാ തോന്നുന്നുണ്ടോ? കേൾക്കലാണോ പറയലാണോ? ഏതെളുപ്പം? പറയല. എന്നാ ഇത് പറയും. അപ്പൊ കേൾക്കുമ്പോ തോന്നുന്നു നല്ല സുഖം, പറഞ്ഞു നോക്കുമ്പോ മനസ്സിലാവും അത്ര എളുപ്പമൊന്നുമല്ല. നമ്മളിങ്ങനെ പറയാൻ പുറപ്പെടുമ്പോ ചിലരുടെ ഇങ്ങനെ കൊട്ടുവായിട്ടാ ദേഷ്യം വരില്ലേ അല്ലേ? പക്ഷെ നമുക്ക് വരില്ല, ആ ശീലം കൊണ്ടാ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാൽ അത്ര എളുപ്പം വിചാരിക്കണ്ട. നമുക്ക് തോന്നും പറയ എളുപ്പം, നല്ലല്ല. പറയല് പ്രയാസമാണ്. ഇത് മാറിപ്പോവാണ്ട പറയണം, ശ്രദ്ധ മാറാതെ പറയണം. അപ്പോഴേക്കും കുറച്ച് പേര് ഇവിടെ വരും ഇല്ലേ? അപ്പൊ എല്ലാവരും അങ്ങോട്ട് നോക്കും. എന്നിട്ടും അതിലൊന്നും മുഴാണ്ട് അങ്ങനെ കുഴപ്പമില്ലാണ്ട് റേഡിയോ വെച്ച പോലെ പറയണച്ചാൽ എളുപ്പമാണോ? അല്ല. മാറിപ്പോവാതിരിക്കണം, പദങ്ങൾ മാറിപ്പോകരുത്, അതൊക്കെ വലിയ പ്രയാസം തന്നെയാ. എന്നാ കേൾക്കലോ എന്ത് സുഖം. ചാരിയിരിക്കാൻ കസേരയ്ക്ക് എന്ത് സുഖം. ഫാനും ഉണ്ട്. സർവത്ര കേൾക്കുമ്പോ ഉണരുക. ഇത് പോയി ഇഡ്ഡലിയോ തള്ളച്ച കഴിക്കുക. പിന്നെ ഇവിടെ വന്നിരിക്കുക. അടുത്ത സർവത്ര കേട്ടാൽ പോയി ഊണ് കഴിക്കുക. എത്ര സുഖം. കഥ കേൾക്കൽ എത്ര സുഖം. അങ്ങനെയാണെങ്കിൽ പറയണേക്കാൾ നല്ലത് കഥ കേൾക്കലല്ലേ? അതെ, എന്താ സംശയം? കഥകൾ പറയുമ്പോ കുറച്ചെന്തുണ്ട്, അതിലൊരു നല്ല ശ്രദ്ധ ആവശ്യമാണ്. കേൾക്കുമ്പോഴോ ഉറങ്ങിയാലും ആരെയും വന്ന് വിളിക്കോ? ഞാൻ ഉറങ്ങിയാലോ? കഥ പറഞ്ഞോണ്ടിരിക്കും ഞാൻ അങ്ങനെ. അതാ പ്രശ്നം. അപ്പൊ എന്ത് സുഖം. അപ്പൊ കഥ പറയണതാണോ കേൾക്കണതാണോ ഏതാ നല്ലത്? ജ്ഞാനമാണോ അത് കേൾക്കലാണോ ഏതാ നല്ലത്?
സംശയമില്ല. ബ്രഹ്മാവ് പറഞ്ഞതാ, എന്നെന്തിനീ ഇങ്ങനെ ഈ ജ്ഞാനത്തിലേക്ക് ശ്രദ്ധ വെപ്പിച്ചു? അങ്ങയുടെ കൂടെയുള്ള ആ ഭക്തന്മാരായ ഗോപന്മാരെന്ത് ഭാഗ്യം ചെയ്തു. അവർക്ക് അറിവൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അങ്ങയെ അവർ അനുഭവിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കും പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരേ ഫലാണ്, പക്ഷെ വ്യത്യാസം തിരക്കിടില്ല. പറയുന്ന ആളും കേൾക്കുന്ന ആളും എവിടെ എത്തുക? വൈകുണ്ഠത്തിലാണ്. കേൾക്കുന്ന ആൾക്ക് വലിയൊരു വൈകുണ്ഠം ഇല്ല, രണ്ടുപേർക്കും വൈകുണ്ഠം. എന്നാ അങ്ങനെയാണെങ്കിൽ കേൾക്കല്ലേ സുഖം. എന്തിനെ എന്നെ ബ്രഹ്മാവാക്കി? ഞാൻ ആലോചിക്കുന്നത് അങ്ങയുടെ അച്ഛൻ എത്ര ഭാഗ്യവാനാണ്, അങ്ങയുടെ അമ്മ ആ യശോദ എത്ര ഭാഗ്യവതിയാണ്. ഈ പരബ്രഹ്മം കൊഞ്ചി കൊഞ്ചി അമ്മയെ അമ്മയെ എന്ന് വിളിക്കുന്നത് ആരെയാ? യശോദയല്ലേ. അവളെന്ത് ഭാഗ്യം ചെയ്തു? അഹോ ഭാഗ്യം നന്ദഗോപം പ്രചൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ഈ പരിപൂർണ ബ്രഹ്മത്തെ ഇങ്ങനെ മകനായിട്ട് കിട്ടിയ ആ നന്ദന് എന്ത് ഭാഗ്യം ചെയ്തു, എന്ത് പുണ്യം ചെയ്തു. എന്നെ തപം ചെയ്ത നീ യശോദ, എന്നെ തപം ചെയ്ത നീ. ബ്രഹ്മാദി ദേവന്മാർക്ക് അടുത്ത് കിട്ടാത്ത ഈ ഭഗവാനെ പരബ്രഹ്മത്തെ താരാട്ടുപാട്ട് പാടി ഉറക്കാനും കുളിപ്പിക്കാനും ഒരുക്കാനും പാല് കൊടുക്കാനും ഒക്കെ എന്ത് ഭാഗ്യം ചെയ്തു. എനിക്ക് അങ്ങനെ യശോദയാവാൻ പറ്റിയില്ലല്ലോ, നന്ദഗോപരാവാൻ പറ്റിയില്ലല്ലോ, ഗോപസ്ത്രീകളാവാൻ പറ്റിയില്ലല്ലോ, ഗോപന്മാരാവാൻ പറ്റിയില്ലല്ലോ. പോട്ടെ, ഒരു പശുക്കുട്ടിയായിട്ടെങ്കിലും ഒന്നായിരുന്നെങ്കിൽ വന്ന് അങ്ങയുടെ കാല് നക്കി തോർത്താം. ഇടയ്ക്ക് അങ്ങ് ഒഴിഞ്ഞു വരില്ലേ പുറത്തൊക്കെ? ഇത് ബ്രഹ്മാവായിട്ട് എപ്പോഴെങ്കിലും വന്ന് ഒഴിഞ്ഞോ? ഒന്നുമില്ല, വിഷ്ണുഭവൻ വിട്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മോഹമുണ്ട്. എന്ത് മോഹം? തദ്ഭൂരി ഭാഗ്യമിഹ ജന്മ കിമപ്യടവ്യാം യദ്ഗോകുലേ കഥമാംഘ്രിരചോഭിഷേകം. ആ ഗോകുലത്തിലൊരു പുല്ലായിട്ട് ജനിക്കാൻ സാധിച്ചാൽ അങ്ങയുടെ ഭക്തന്മാരുടെ പാദസ്പർശം ഒക്കെ ഏൽക്കാൻ സാധിക്കില്ലേ? അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു പുല്ലായിട്ട് ജനിക്കാൻ അങ്ങ് അനുവദിക്കുവോ എന്ന് പറഞ്ഞ് കാൽക്കലം കൊണ്ട് വീണു. ബ്രഹ്മാവിനെ ഭഗവാൻ അനുഗ്രഹിച്ചു. ബ്രഹ്മാവ് താൻ മറച്ച കുട്ടികളെ തിരിച്ചു കൊടുത്തു. ഭഗവാനാവട്ടെ താനായിട്ട് മാറിയ കുട്ടികളെ തന്നിലേക്ക് തന്നെ ഉപസംഹരിച്ചു. ബ്രഹ്മലോകത്തൊരു നിമിഷമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇവിടെ ഒരു വർഷം കഴിഞ്ഞു. ബ്രഹ്മലോകത്ത് നടന്ന കാര്യമൊക്കെ കുട്ടികൾ മറന്നു. അവരുടെ വിചാരം എന്താ? ഇന്ന് കൃഷ്ണൻ, ഇന്നല്ല, ഒരു വർഷം മുമ്പാണ്. അത് അവർ മറന്നു. കാരണം അവർ ഇവിടെ എത്തിയില്ലേ. അവർ വന്ന് പറഞ്ഞു, ഇന്ന് കൃഷ്ണൻ ഒരു പാമ്പിനെ കൊന്നു. ഇന്നല്ല, ഒരു വർഷം മുമ്പാണ് പാമ്പിനെ കൊന്നത്. അതാണ് തിരിച്ചു വന്ന് നോക്കിയപ്പം ഒരു കൊല്ലക്കാലം പഴക്കമുള്ള പാമ്പിനെ കണ്ടത്. അത് ബ്രഹ്മാവിനെ സന്തോഷിപ്പിക്കാൻ അല്ല, ബ്രഹ്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, തൻ മാതൃഗണാംച, ആ ഗോപസ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ. അവർക്കൊക്കെ വലിയ മോഹമുണ്ട്. എന്താ വെച്ചാൽ കൃഷ്ണനെ യശോദ കുളിപ്പിക്കുന്നത് കാണുമ്പോൾ, ഒരുക്കുന്നത് കാണുമ്പോൾ, കിടത്തി ഉറക്കുന്നത് കാണുമ്പോൾ അവരടുത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. എന്റെ മനസ്സിൽ ഇങ്ങനെ പറയും, അധികമൊന്നും വേണ്ട, ഒരൊറ്റ ദിവസം ഈ കൃഷ്ണനെ ഇതുപോലെ ഒന്ന് അലങ്കരിക്കാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ. കൃഷ്ണൻ അങ്ങനെ നോക്കി. ഒരു ദിവസം ആക്കണ്ട, 365 ദിവസം, ഒരു വർഷക്കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നെ ഒരുക്കാം, കുളിപ്പിക്കാം, കിടത്തി ഉറക്കാം. കാരണം നിങ്ങളുടെ കുട്ടിയുടെ ആര് വരാം? ഞാൻ വരാം, പോരെ? ഇപ്പൊ അവരറിഞ്ഞില്ല. അറിയാണ്ടിയാണെങ്കിലും അവര് കുളിപ്പിച്ചതും കിടത്തി ഉറക്കിയതും അലങ്കരിച്ചതും ഒക്കെ ആര്യ? ഒരു വർഷക്കാലം ഭഗവാനെ തന്നെയാണ്. അതിനുവേണ്ടി അവരനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ലീല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് കാളിയമർദ്ദനം എന്ന് പറഞ്ഞിരിക്കുകയാണ്. 2 അധ്യായം വായിച്ചിട്ട് നമുക്ക് ആ ഭാഗം കേൾക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ പഞ്ചവിംശതിതമോऽധ്യായ. ശ്രീശുക ഉവാച. ഇന്ദ്രസ്തനാത്മന പൂജാം വിജ്ഞായ വിഹതാം നൃഭാഗോപേഭ്യഃ കൃഷ്ണനാഥേഭ്യോ നന്ദാദിഭ്യശ്ച ഗോപസ ഗണം സാമ്പർത്തകം നാമാമേഘാനാം ചാന്നകാരണാം ഇന്ദ്രപ്രാചോദയൽ ക്രുദ്ധോ വാക്യം ചാഹേശമാന്യതാം. അഹോ ശ്രീമതമാഹാത്മ്യം ഗോപാനം കാരണൗകസം കൃഷ്ണം